ഹായ്, ബ്രാൻഡ് സ്റ്റുഡിയോയുടെ മറ്റൊരു സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റാണ്. എനിക്ക് തോന്നുന്നു മലയാളികൾ വളരെ കൗതുകത്തോട് കൂടിയിട്ട് ആസ്വദിക്കുകയും എൻജോയ് ചെയ്യുകയും കുറച്ച് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് നോക്കിക്കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ഒന്നാണ് മെൻ്റലിസം. അപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ നേരത്തെ ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ എൻ്റെ രാത്രിയിൽ ഈവനിങ്ങിലെയും അതുപോലെ തന്നെ രാവിലെകളിലെയും ഒക്കെ റേഡിയോയിൽ പലപ്പോഴും വന്നു പോയിട്ടുള്ള ശബ്ദത്തിൻ്റെ ഉടമ കൂടിയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അത് മറ്റാരല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് മെൻ്റലിസം എന്ന് പറഞ്ഞൊരു സാധനത്തെ ഒരു പ്രോഗ്രാമിനെ അവതരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ ആദ്യമായിട്ട് ഷോ ചെയ്ത ആദ്യത്തെ നമ്മുടെ സ്വന്തം മെൻ്റലിസ്റ്റ് ആയിട്ടുള്ള മെൻ്റലിസ്റ്റ് ആദിയാണ് നമ്മുടെ കൂടെ ഇന്ന് ബ്രാൻഡ് സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ആദിയെ ഈ ഒരു ഷോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലും അതോടൊപ്പം അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. 2011 ഞാൻ ദുബായിൽ ആദ്യമായിട്ട് ജോലിക്ക് കയറി. കുറച്ച് കാലം കഴിഞ്ഞിട്ട് പലപ്പോഴും ഈവനിങ്ങുകളിലെ യാത്രകളിൽ, വൈകുന്നേരത്തെ യാത്രകളിലൊക്കെ നിങ്ങളുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അന്ന് വിചാരിച്ചിട്ടില്ല ഇങ്ങനെ നിങ്ങളുമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. അന്ന് ഇപ്പം ഇതിൻ്റെ കൂടെയുള്ള എനിക്കൊന്ന് ദുബായിലാണ് ഇത് ഏറ്റവും നന്നായിട്ട് കറക്റ്റാണ് ഓർമ്മ. 2011 തുടങ്ങുന്നത് ആണല്ലേ ദുബായിൽ. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ റേഡിയോയിൽ പലപ്പോഴും നിങ്ങൾ വന്ന് ഗസ്റ്റായി വന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. അന്ന് നമ്മൾ കരിയറിലെ വളരെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള പക്ഷേ നിങ്ങളുടെയും കരിയറിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഷോ ചെയ്യുന്ന ആദ്യ കാലഘട്ടമായിരിക്കാം. അത് ഞാൻ അന്ന് ന്യൂയോർക്കിൽ അവിടുന്ന് പിന്നെ ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് തിയേറ്റർ ഷോ മൈൻഡ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാനും ബാലും നമ്മുടെ എം ഷോ 3 പേരും കൂടിയിട്ടുള്ള ആദ്യത്തെ ഷോ അത് 2014. അപ്പം 2011 ആ സമയത്ത് ഡെക്ടാക് തിയേറ്ററിലുള്ളൊരു അതിന് റിലേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ അതൊരു തറവാട് പോലെ അതെ ദുബായിൽ സ്ഥിരമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത സമയം കറക്റ്റാണ്. അതെ ആ കാലത്ത് ഞാൻ വൈകുന്നേരങ്ങളിൽ തിരിച്ചും ജോബൊക്കെ കഴിഞ്ഞ് ദുബായിൽ നിന്ന് അബുദാബിയിലേക്കും മലയിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ ശബ്ദം കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ പെയിൻസിൻ്റെ ഗ്രാൻഡ് ആനുവൽ മീറ്റിൽ ഞങ്ങൾ 2 പേരും വരുന്നുണ്ട്. ഞാൻ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് എടുക്കുന്നതെങ്കിൽ പുള്ളി അവിടെ കൂടിയിരിക്കുന്ന ഫാമിലീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഷോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഈ മെൻ്റലിസത്തിലേക്കുള്ള ഇങ്ങനൊരു വളരെ റെയറായിട്ടുള്ള നമ്മൾ കേട്ട് പരിചയം ഇല്ലാത്ത ആരും റോൾ മോഡലുകളൊന്നും നമ്മുടെ നാട്ടിലില്ലാത്ത ഒന്നിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? എന്താണ് അതിൻ്റെ പ്രചോദനം? ഷെർലക് ഹോംസ്. ഇല്ല, വൺ വേർഡതാണ്. അത് ഒരുപാട് തവണ പറഞ്ഞുത്തരാന്ന്. അതുപോലെ ആവണം. അപ്പം മെൻ്റലിസം ഉണ്ട് എന്നൊന്നും വലിയ ധാരണ ഉണ്ടായിട്ടില്ല. നമ്മൾ ഊറി ഗെല്ലറിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ലെജൻഡറി മേ ബി മിത്ത് ആവാൻ സാധ്യതയുള്ള അന്ന്. ഒരു 6ാം ക്ലാസ് വെക്കേഷന് എന്താണ് നമുക്ക് മെൻ്റലിസം ഒന്നുമില്ല. അപ്പം അതിന്ന് തുടങ്ങിയതാ. അത് ഷെർലക് ഹോംസിനെ പോലെ ആവണം. അദ്ദേഹത്തിന് പ്രൊസസ് ചെയ്യുന്ന സ്കില്ലുണ്ടല്ലോ, ആളുകളെ അത് പഠിക്കണം. മേ ബി ദ ബെസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെന്റലിസ്റ്റ് ഔട്ട് ദെയർ. അങ്ങനെ ടാഗ് ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹമാണ്. അതുപോലെ തുടങ്ങിയതാണ്. അതിങ്ങനെ എത്തി എല്ലാ ഉടായ്പും അല്ല അങ്ങനെയല്ലേ അതിലേക്ക് എത്താനുള്ള അല്ലേ. ഇപ്പം നമ്മൾ കുറേ പറയും ഇപ്പം സൈക്കിക്സ് പല പേരിൽ ക്ലെയർവോയൻസ് എന്നൊക്കെ പറയുമ്പോഴും ആളുകളെ കൺവിൻസ് ചെയ്തിട്ടാണ് ഇത്തിരി എത്തിയത്. ഇതെന്നെ കൊണ്ട് പറ്റും റീഡ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾ അത് പറ്റുന്നതിന് അവരുപയോഗിച്ച അത് മെത്തേഡ്സാണ്, തട്ടിപ്പുകൾ തന്നെയാണ്. അപ്പം അതും പഠിക്കണം. അപ്പോൾ എല്ലാം ഓൺ ദ വേ പഠിച്ചത് ഒരു ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ മാജിക്കിനോടുള്ളൊരു ഇഷ്ടം കൂടെ കണക്ട് ചെയ്തിട്ടാണ് അത് ഒരു ആർട്ട് ഫോം ആണെന്ന് മനസ്സിലാക്കുന്നതും. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് ഇത് മിസ്ലീഡ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അങ്ങനെയാണെന്ന് ചെയ്തുകൊണ്ട് അവരിങ്ങനെ വേറെ ഗ്രഹത്തിൽ നിന്നുള്ള പവർ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. മിന്നലേറ്റിട്ട് അങ്ങനെയൊക്കെ പറയും. പല ക്ലെയിംസ് ആണ്. ഇത് സൂപ്പർ നാച്ചുറൽ ആണ് എന്ന് നമ്മൾ ചെയ്യുന്നത് കാണിക്കും. നോക്കിയാൽ മതി. മോസ്റ്റ് ഓഫ് ദ പോസ്റ്റേഴ്സിൽ മൈഗ്രെയിൻ പിടിച്ച പോലെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നമ്മളതൊരു എൻലൈറ്റൻ ചെയ്യാം. അപ്പം അന്ന് ഡെറൻ ബ്രൗൺ പോലെ കുറച്ച് പേര് അങ്ങനെ വളരെ റെയർ ആയിട്ടാണ് ആളുകൾ അങ്ങനെ ഡെയർ ചെയ്തിട്ടുള്ളൂ, ഒരു അൺകൺവെൻഷണൽ ആയിട്ട് ഇതിനെ പ്രസൻറ്റ് ചെയ്യാൻ. അങ്ങനെ അതായിരുന്നു ആദ്യം തൊട്ടേ ഉപയോഗിച്ച റൂട്ട്. അപ്പം അത് നന്നായി. കേരളം പോലൊരു സ്ഥലത്ത് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഇന്ത്യ പോലൊരു സ്ഥലത്ത് നമ്മൾ വന്നിട്ടൊരു അത് ആ റൂട്ട് തന്നെ സെലക്ട് ചെയ്ത് നന്നായെന്ന് തോന്നുന്നു. പിന്നെ കുറേയൊക്കെ ഇത്രയും പറഞ്ഞതുകൊണ്ട് അതൊരു സീരിയസ് ആയിട്ടല്ലാതെ ഈ ആർട്ടിനെ പ്രസൻറ്റ് ചെയ്യാമെന്നും കൂടെ ഒരു സമയത്ത് തോന്നി. അതായത് നമ്മൾ ആദ്യകാലത്ത് കുറച്ച് ഡ്രാമാറ്റിക്കലായിട്ടുള്ളൊരു സ്കോട്ട്ലാൻഡ് എന്താ പറയുക, നമ്മളൊരു വിക്ടോറിയൻ സ്കാൻഡിനേവിയൻ ആ ഒരു ടൈപ്പിലൊരു ഷെർലോക്കിയൻ പോലെ തന്നെയായിരുന്നു ഷോ. ഫസ്റ്റ് ഷോ ഒക്കെ അങ്ങനെ തന്നെയാണ്, അളന്ന് കുറച്ച് നോട്ടവും മോർ ലൈക്ക് അതാണ് ഡോൺ ബോസ്കോൻ്റെ നേച്ചറിലുള്ള. പിന്നെ
പിന്നെ തോന്നിയ ഒരു സമയത്ത് നമുക്കിപ്പോൾ ഒരു സൗഹൃദ സദസ്സിലും മറ്റും എഫക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ആളുകൾ കുറച്ച് സമയമെങ്കിലും എന്റർടൈൻ അല്ലെങ്കിൽ സംസാരിച്ചിട്ട് പറ്റാന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം എൻ്റെ നേച്ചർ തന്നെ സ്റ്റേജിലേക്ക് കൊടുത്താൽ ഡ്രാമ കാണിക്കേണ്ട അല്ലെങ്കിൽ ആ ഡ്രമാറ്റിക്കലായിട്ടുള്ള മൊമെന്റ്സിനൊക്കെ അത് വേണ്ട, അതിൽ ഫോക്കസ് ചെയ്ത് കൊടുക്കണ്ട. അങ്ങനെയാണ് എൻ്റെ നേച്ചറിൽ തന്നെ ഉള്ളൊരു ഷോ. ഇപ്പം ഇൻസോംനി ഇപ്പോഴത്തെ ഷോ അങ്ങനെയാണ്, നമ്മളെന്താണോ അത് തന്നെയാണ് സ്റ്റേജിൽ. അപ്പം അതിൽ കുറേ കൂടി ഹ്യൂമറിൻ്റെ എലമെൻറ്റ്. തുടക്കത്തിലൊക്കെ ഭയങ്കരമായിട്ട് ക്രിറ്റിസല്ല നമ്മുടെ സർക്കിളിൽ അവർ ചോദിച്ചത് പ്രാക്ടിക്കൽ ആവില്ല, ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എങ്ങനെയാണ്, ഒരാളും അത് വിചാരിച്ചിട്ടില്ല പറ്റുന്നു. നമ്മൾ അതൊരു ഓർഡിനെ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു നോക്കൂ, ഒന്ന് ശ്രമിച്ചു നോക്കൂ. ദെൻ ഇപ്പം അതൊരു ട്രെൻഡ് പോലെ എല്ലാവരും കൊണ്ടു നടക്കാൻ തുടങ്ങിയതോ. അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, ഇപ്പം മുൻകാലത്ത് ഇപ്പം ആദി വരുന്ന സമയത്ത് ആദിയുടെ പേര് മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ പേര് മാത്രമാണ്. പിന്നീട് 1-2 ആളുകളുടെ പേരുകളൊക്കെ നമ്മൾ കേട്ടു, 1-2 സുഹൃത്തുക്കൾ എന്ന് പറയാവുന്ന രീതിയിൽ 1-2 ആൾ കിട്ടും. ഇപ്പൊ പക്ഷേ നിറച്ച് നമ്മളിപ്പോൾ ഞങ്ങൾ ഈ ട്രെയിനർമാരെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ പൂഴി അങ്ങ് വാരി എറിഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനർമാരെ തലയിലെ വീഴുള്ളൂ. അതുപോലെ കുറേയൊക്കെ പലയിടത്തുനിന്നായിട്ട് ഡെയിലി മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്, മെന്റലിസം പഠിക്കാം. ഇപ്പം എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ട്രെയിനിങ്ങിൽ മെന്റലിസം പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകും. അങ്ങനെ ആയിരിക്കുമല്ലോ, ഇതുകൂടെ പഠിച്ചിട്ട് പോയാൽ മതി ലൈനിലേക്ക്. ഭയങ്കരമായിട്ട് അത് ഭയങ്കര ആളുകളെ ഇതാക്കാൻ പറ്റും, എൻഗേജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഇതിനല്ല, എൻ്റെ കോർ എന്ന് പറയുന്നത് കോണ്ടന്റ് ആണ്. അപ്പോൾ കോണ്ടന്റിൽ ഫോക്കസ് ചെയ്ത് ആക്ടിവിറ്റിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടും. കാരണം ഇപ്പം ആക്ടിവിറ്റി ഫോക്കസ് ചെയ്ത ട്രെയിനർമാരുണ്ടാവാം, ബട്ട് ഞാൻ കോണ്ടന്റ് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ആളുകൾ പൈസയും തന്ന് മുന്നിലിരിക്കുമ്പോൾ അവർക്ക് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത വാല്യൂ കൊടുക്കണം, എൻ്റർടൈൻമെൻ്റ് അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം? അത് കറക്റ്റാണ്. മുമ്പ് നടിച്ചാൽ മെന്റലിസ്റ്റ് ആദ്യം വരുമായിരുന്നു അല്ലെ. പിന്നെ അത് അല്ല, ഒരു ആർട്ട് സക്സസ് ആകുമ്പം ഡെഫിനറ്റ്ലി വരണം, നല്ലത് തന്നെയാണ്. പക്ഷെ എന്താണെന്ന് പറയുക, ഇപ്പം റീസെൻ്റ്ലി കാണുന്ന ഒരു ട്രെൻഡ്, ഈ കുറച്ച് ഓൺലൈൻ കോഴ്സുകളും മറ്റും ഭയങ്കര കോമഡിയാണ്. ഭയങ്കര കോമഡി എന്ന് വെച്ചാൽ 2,500, 2,000 രൂപ അങ്ങനെയൊക്കെ കോഴ്സുകൾ കൊടുക്കും. 1000 രൂപയ്ക്കൊക്കെ. ഇത് ഈ സബ്ജക്റ്റ് എത്രത്തോളം ഇവോൾവ് ചെയ്തിട്ട് ഇത് കുറേ വർഷം ഒന്നും വേണ്ട, ഒരു മജീഷ്യനായിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു സൈക്കോളജി, ഓഡിയൻസ് മാനേജ് അതൊക്കെ 2-3 വർഷം പഠിച്ചിട്ട് മെന്റൽ ഇതിൻ്റെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇത് ഡയറക്റ്റ് അവർ കുറച്ച് ട്രിക്സ് പഠിപ്പിച്ചു കൊടുക്കും. അതാണെങ്കിൽ പ്രൊസ്റ്റിറ്റ്യൂഷനാണ്, ആർട്ടിനെ അങ്ങനെ ചെയ്യുന്ന അങ്ങനത്തെ ആളുകളെ അതിന് നിൽക്കുള്ളൂ. എന്നിട്ട് എന്താണ് അതിൽ പഠിപ്പിക്കുന്ന ഒരു എത്തിക്കൽ കോഡില്ലേ, ഒരു സംഭവങ്ങളും അവരുടേതല്ല. അതായത് നിങ്ങളൊരു കോഴ്സ് ഒരു കാര്യം ഡിസൈൻ ചെയ്ത് നിങ്ങളുടേതാണ് പ്രൊഡക്റ്റ്, ഇഷ്ടമായി എടുക്കുന്നു, ഇങ്ങനെ കളക്ട് ചെയ്ത കുറച്ച് സാധനം, പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് അവരുടെ രീതിയിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അവർ അങ്ങനെ വെക്കുന്നതല്ല, അവരതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്. മനസ്സിലായോ? എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മാജിക് ആണ് അത്, അതിൽ നിന്നും വേറെ ബിസിനസ് അങ്ങനെ പറഞ്ഞിട്ട് ഈ പഠിക്കാൻ ചെല്ലുന്നവർക്ക് അറിയണ്ടേ, ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ പോകുന്നതെങ്കിൽ ഇതാണ് എനിക്ക് കിട്ടുന്ന റിസൾട്ട്. അതൊന്നുമില്ല, എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാനുള്ള. അപ്പം ആഴ്ചക്ക് ഓരോ ബാച്ച് കഴിയുമ്പോഴും ആളുകൾ വരണം തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു തിയേറ്റർ ആർട്ട് ഫോമാണ്. ഇപ്പം സോഷ്യൽ മീഡിയ മതി ആളുകൾക്ക്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് എഫക്ട്സ് ഒക്കെ കാണിച്ച് ആദ്യം തന്നെ പേര് മെന്റലിസ്റ്റ് എന്നാക്കിയിട്ട് കുറച്ച് എഫക്ട്സ് 3-4 എഫക്ട്സ് കാണിച്ചു കഴിയുമ്പം, പക്ഷെ ഇതൊരു തിയേറ്റർ ആർട്ട് ഫോം ആണെന്നോ അല്ലെങ്കിൽ തിയാട്രിക്സ് അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് പഠിക്കുന്നതോ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന വലിയ ലിസ്റ്റിൽ എത്ര പേർക്ക് ഷോ ഉണ്ടെന്നൊന്ന് നോക്കുക. പ്രോപ്പർ ആയിട്ടുള്ളൊരു തിയേറ്റർ ഷോ ഉണ്ട് എന്നുള്ള, തിയേറ്റർ അല്ലെങ്കിൽ ഷോ ഉണ്ട് എന്നുള്ള നോക്കിയാൽ അതിനുള്ള ആൻസർ കിട്ടും. എഗെയിൻ ഞാൻ പറയുന്ന ആളുകൾ റൈറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള കുറച്ച് പേര് ഇതിൽ വേണം. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒന്ന് തന്നെ കണ്ട് അത് സ്റ്റീരിയോ ടൈപ്പ് അങ്ങനെ ആയിപ്പോവും, അത് നന്നാവില്ല. 2, ഈ വരുന്നവർ, ദിസ് ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട്. ഒരു കുറച്ചൊരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളെ തിയേറ്ററിലേക്ക് വന്നിട്ട് കാര്യമല്ലോ. തിയേറ്ററിലേക്ക് അതിപ്പോൾ ഒരു ഡ്രാമ ആണെങ്കിൽ പോലും എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനില്ലെങ്കിൽ, ഒരു ആക്ടർ കണ്ടു, അദ്ദേഹം ഈ ദുര്യോധന ചെയ്യുന്നത് കണ്ട് ഞാനും അത് ചെയ്യുമ്പോൾ അത് തന്നെ ഞാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പം അദ്ദേഹം മരിച്ചു പോയ സമയത്ത് എനിക്കിത് കണ്ടിന്യൂ അങ്ങനെയല്ലല്ലോ ആർട്ട് മുമ്പിലോട്ട് കൊണ്ടുപോകണ്ടേ. യു ഹാവ് ടു ആഡ് യുവർ ഓൺ ടച്ച്. അതില്ല. ഇത് സോ ഇറിറ്റേറ്റിംഗ്. ലൈക്ക് എന്നോട് ആളുകൾ ചോദിച്ചു തുടങ്ങി,
ചില ലിങ്കുകൾ അയക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആർട്ട് ചെറിയൊരു ആർട്ട് ഫോമാണ് അല്ലേ, കൊറിയോഗ്രാഫി മാറ്റിക്കൂടെ, എഫക്റ്റ് നിങ്ങൾ എടുത്തോ. അതിൻ്റെ ഈ എഫക്റ്റ് എടുത്തു എന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എഫക്റ്റ് ആണോ എന്നുള്ളത് ആലോചിക്കരുത്, മെത്തേഡ് വേറുതാ. മനസ്സിലായോ? ഇപ്പം നിങ്ങളുടെ മരുമോനെ ഓഡിയൻസിൽ ഇരുത്തിയിട്ടും നമ്മൾ ചെയ്യുന്നൊരു കാര്യം അച്ചീവ് ചെയ്യാം തീർച്ചയായിട്ടും. പക്ഷേ മെത്തേഡ് പോട്ടെ. ആൻഡ് ദെൻ എഫക്ട്സ്, ദെൻ സ്ക്രിപ്റ്റ്, ഡ്രസ് ചെയ്യുന്ന രീതി, എല്ലാം കൈ മടക്കുന്ന രീതി, ടോൺ, തമാശകൾ റിക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു, പോസ്റ്റർ, ദെൻ ലേറ്റർ നമ്മളിതൊരു ഓക്കെ ഇതിൻ്റെ റീൽസ് നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പം ഒരു ഓൺ ടച്ച് കൊടുക്കണം എന്നുള്ളൊരു ഇഷ്ടമുണ്ട്. ഇഫ് ഐ എം ബ്രാഗിങ് ജസ്റ്റ് സ്റ്റോപ്പ് മീ റൈറ്റ്. അപ്പം നമ്മളൊരു ഞാൻ എൻ്റെ അടുത്തൊരു ബ്രദർ പോലെ ഒരുപാട് സിനിമയൊക്കെ ചെയ്താണ് അവരുണ്ടാക്കുക. നമ്മളിരുന്നിട്ട് അതിനൊരു ഫോർമാറ്റ് ഉണ്ടാക്കി. ഓക്കെ, നമ്മുടെ റീൽസ് എന്തെങ്കിലും പെർഫോമൻസ് ഓറിയൻറ്റഡ് തിയേറ്ററിലെ റീൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിനൊരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ ഒരു കളർ ടോൺ ആയിക്കോട്ടെ, അതിന് ഉപയോഗിക്കുന്ന ഫോണ്ട് ആയിക്കോട്ടെ, റിവ്യൂ പറയുന്നത് പലരും പറയുന്നതാണെങ്കിൽ അതിനൊരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കും. അത് പറയുന്നതിനെ കട്ട് ചെയ്തൊരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കി പ്യൂർലി എക്സ്പ്രഷൻ ഓറിയൻറ്റഡ്, സ്റ്റേജിൽ അത് അധികം നമ്മൾ കാണിക്കാറ്. ഇത് നമ്മളുണ്ടാക്കി ഇപ്പം ലിറ്ററലി ദേ ആർ മേക്കിംഗ് ദ സെയിം തിങ്, ദേ ആർ ഡൂയിങ് ദ സെയിം തിങ്. നമ്മളിങ്ങനെ തലയിൽ കൈവച്ചോ, ഐ മീൻ കാണിച്ചു അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ടോ, എന്തെങ്കിലും ഒന്ന് ഇന്നോവേറ്റീവായിട്ട്. ഓക്കെ, ഇന്ന് ആർട്ടിസ്റ്റിൻ്റെ ടച്ച് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. എത്തിക്സ് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു പരിധിയില്ല ആലോചിക്കാൻ. ഓക്കെ, എഫക്റ്റ് കോപ്പി ചെയ്തു, ഷോ കോപ്പി ചെയ്തു, ഇനി എന്താ കോപ്പി, ഇനി വേറൊന്ന് കേൾക്കണോ? 25 മിനിറ്റുള്ളൊരു ഇൻ്റർവ്യൂ കേട്ടതാണ്, 17 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിട്ട് ഞാൻ എന്താണോ ഒരു 8 വർഷം മുമ്പേ പറഞ്ഞു വെച്ച് ലിറ്ററലി പ്ലീസ് ഇത് ഐ ഫാക്ടറിന് അങ്ങനെ വിചാരിക്കരുത്. അതല്ല, ഞാൻ ആർട്ടിനെ കണക്ട് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. സെയിം തിങ്, അതായത് വി കൻ ലൈക്ക് ബ്രേക്ക് സമൺസ് ബോൺ ഹിയർ ആക്ച്വലി. കാരണം ഇപ്പം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കിത് മനസ്സിലാവും, നിങ്ങളുടെ ഒരു എത്തിക്കൽ ബിസിനസ് അതിനോട് കണക്ട് ചെയ്തിട്ട് പറയാണ്. ആദ്യം ചെയ്യുന്ന സമയത്ത് ഐ സ്റ്റാർട്ടഡ് ടു ടോക്ക് അബൌട്ട് മൈക്രോ എക്സ്പ്രഷൻ ആൻഡ് ബോഡി ലാംഗ്വേജ് അലോട്ട്. ഒരു മെൻ്റലിസ്റ്റ് ആവാൻ നിങ്ങൾക്ക് ഇത് രണ്ടും പഠിക്കുകയേ വേണ്ട. പഠിച്ചാൽ നല്ലത് ബോഡി ലാംഗ്വേജ്. മൈക്രോ എക്സ്പ്രഷൻ ഒന്നും ഈ സബ്ജക്റ്റിലില്ല. പക്ഷെ അന്നത്തെ എൻ്റെ പഠിക്കുന്ന സബ്ജക്റ്റും റിസർച്ച് സബ്ജക്റ്റും ഇതായതുകൊണ്ട്, റിസർച്ച് ഇൻ ദ സെൻസ് പഠിക്കുന്നത് കൊണ്ട് ഞാനത് വളരെ മനോഹരമായിട്ട് ഇതിലുപയോഗിക്കും. അതിലേക്ക് അതിൻ്റെ പ്രിമിസ് എങ്കിലും ഉപയോഗിക്കും. നമ്മളെ സിനിമയിലൊക്കെ പറഞ്ഞു. പിന്നീട് വന്ന ആളുകൾ ഇത് തന്നെ പറയാൻ തുടങ്ങി. അവർ ഇപ്പം ഞാൻ 15 വർഷമായിട്ട് ഇതിൽ 16 വർഷമായിട്ട് ഈ സബ്ജക്റ്റ് ശ്രദ്ധിക്കുന്നുണ്ട് പറയുമ്പോൾ അവർ ചിലപ്പോൾ 17 ആക്കിയാലേ ഉള്ളൂ. ഇപ്പം എല്ലാവരും അപ്പം പിന്നീട് വരുന്നവരുന്നാവോ ഇത് വേണം മെൻ്റലിസ്റ്റ് ആവാൻ, ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം അത് ആഡ് ചെയ്യുമ്പോൾ അതും ഇത് തമ്മിൽ ഒരു ബന്ധമില്ല. ഐ മീൻ ഡസൻറ്റ് നെസസറിലി ഹാവ് ടു. ഇപ്പോൾ അവസാനം ലേറ്റസ്റ്റ് ഈ ട്രെൻഡിലോട്ടാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഒരു റീൽ അയച്ചു തന്നിട്ട് ആൾക്കാർ നമ്മളോട് ആദ്യമായിട്ട് ഇത് നിങ്ങളെ സെയിം ഷോ പോലെ ഉണ്ടല്ലോ, വാട്ട് ഡു വി സേ. ഇത് വളരെ നിസ്സാരമായിട്ട് ആളുകൾക്ക് തോന്നും. പക്ഷെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയക്ക് വേണ്ടിയിട്ട് 8-9 വർഷമൊക്കെ എടുത്ത് അതിനിങ്ങനെ നറിഷ് ചെയ്ത് അതിലൊരുപാട് എഫേർട്ട്, പൈസ, പല രാജ്യങ്ങളിൽ നമ്മൾ അതിൻ്റെ ആൾക്കാരോട് സംസാരിച്ച് അങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരുന്നൊരു സാധനം. നമ്മളിപ്പം ആവേശം സിനിമേനെ പറ്റി പറയും, ഭയങ്കര ട്രെൻഡായ ഒരു സിനിമയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനപ്പുറത്ത് ആ സിനിമയിലൊരു കാര്യമുണ്ട്. നോട്ട് ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നു ആ സിനിമയിലത്തെ മൊത്തം പ്രശ്നം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡ്രഗും, അല്ലെങ്കിൽ ഞാൻ വളരെ അത്ര ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല. അതൊക്കെ അതിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതിന്റെ പ്രശ്നം ഐഡന്റിറ്റി അല്ലേ? അതെ, ഐഡന്റിറ്റിയാണ്. അദ്ദേഹം അതിലെ വില്ലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും അയാളുടെ ഭാഗത്താണ് ന്യായം. ഇത് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്മിറേഷന്റെ പുറത്തായിരിക്കും അദ്ദേഹത്തിനെ കോപ്പി ചെയ്ത് തുടങ്ങി. അദ്ദേഹത്തിന് നിലനിൽപ്പില്ല. ഇത് എൻ്റെത് അതേപോലെ അവർ കോപ്പി അടിച്ചു. അവൻ ഇവരെക്കാളും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് എന്ത് പറ്റി? നിങ്ങൾ അവരെ കോപ്പി ചെയ്യുകയാണോ എന്ന് ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ രംഗനെ കോപ്പി ആണെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ഇയാൾക്ക് ഈഗോ ഹേർട്ടാവും. അദ്ദേഹം എന്നിട്ട് ഓരോരോ ഡ്രസ്സും മാറ്റി കോമാളിയാവാൻ തുടങ്ങി. അപ്പൊ അവസാനം പോലും സിനിമയുടെ അവസാനം നോക്കിയാൽ മതി, ലാസ്റ്റ് വരുന്ന ഫ്രെയിമിൽ ഇദ്ദേഹം മാറി, രംഗൻ മാറി. അദ്ദേഹം ആ കുട്ടികളെ ചുരലെടുത്തിട്ട്, അതാണ് ലാസ്റ്റ് സീൻ. അപ്പൊ അദ്ദേഹം ബ്ലാക്ക് ആണ് ഇട്ടിട്ടുള്ളത്. സോ ഹി ചേഞ്ച് ഹിസ് ഐഡന്റിറ്റി ബാക്ക്. അദ്ദേഹത്തിന് റിയലൈസ് ചെയ്തു, കൊന്നിട്ടാണെങ്കിലും മനസ്സിലായി. ഇതാണ് ആ സിനിമയുടെ എൻറ്റയർ പ്രശ്നം. അത് ചെറിയ കാര്യമല്ല. അതിനകത്ത് പറയുന്നുണ്ട് അദ്ദേഹം, നിങ്ങൾ എൻ്റെ ഐഡന്റിറ്റി എന്തിനാണ് കോപ്പി ചെയ്തത്, വേറെ ഭാഷയിലാണ് പറയുന്നതേ ഉള്ളൂ. ഇത് ചെയ്ത് ആൾക്കാർ എന്നോട് ചോദിക്കാൻ തുടങ്ങി. സ്നേഹമുള്ള ആളുകളാണ്, ആദി നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? ബ്ലഡി യു ആർ ആസ്കിങ് മീ ടു ചേഞ്ച് മൈ ക്യാരക്ടർ. ഈ കുറച്ച് ആളുകൾ ഇവര് അങ്ങനെയുള്ള ആളുകളല്ല.
അവർക്കൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഒരു നേച്ചർ ഉണ്ടായിരുന്നു. അത് നമുക്ക് സോഷ്യൽ മീഡിയ തന്നെ ട്രാക്ക് ചെയ്താൽ മതി കുറച്ച് ബാക്കിലോട്ട്. അവരെന്താന്ന് അപ്പൊ അവര് ഇതിലേക്കായതാ. നമ്മളവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ആർട്ട് കോപ്പി അടിച്ചോ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എൻ്റെ ക്യാരക്ടറെങ്കിലും കുറച്ച് തന്നിരുന്നെങ്കിൽ അല്ലേ വീട്ടുകാർക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല. ഇത് എന്നിട്ട് ഞാൻ മാറണം. അപ്പം ഞാൻ എന്താ ചെയ്യുക, ലൈക്ക് നമുക്ക് ആ ഫ്രണ്ട്സിൻ്റെ ക്ലൈമാക്സിൽ ചേരാൻ ഇരുന്ന പോലെ ഇരുന്ന് അങ്ങനെയൊന്നും പറ്റില്ല അല്ലേ. അപ്പം ഇനി ഇഫ് യു ആർ വെരി സീരിയസ്, ഞാനിത് വേ ടു സീരിയസ് ആയിട്ട് എടുക്കുന്നെന്ന് തോന്നുന്നവരോട് വേറൊരു പരിപാടി പിടിച്ചുതരാം. ഇനിയൊരു ഷോ ഡിസൈൻ ചെയ്യും, ധൈര്യം ഉണ്ട് ഷോ ഒന്ന് കോപ്പി. ഇല്ല സോറി, അതൊരു ചാലഞ്ചൊന്നും അങ്ങനെയല്ല. എന്താ അറിയോ, അങ്ങനെ ഒരു ധാരണയുണ്ട്. അടുത്തൊരു ഷോ മനസ്സിലുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഈ ഷോ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ഇത് ജനകീയാക്കണം, ആർട്ട് ജനകീയാക്കണം. അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ എലിമെന്റ് അങ്ങനെയൊക്കെയാണ് ആലോചിച്ചത്. പക്ഷെ കുറച്ചൊക്കെ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്കെങ്കിലും കുറച്ചൊക്കെ ആലോചിക്കാം. ആൻഡ് സോ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ദർ എന്നിട്ട് പ്രീച്ച് ചെയ്യുന്നുണ്ട് എത്തിക്സിനെ പറ്റിയിട്ടും മറ്റും. അറിയുമ്പോൾ എല്ലാവരും ഞാൻ ഇതിനോട് അഗെയിൻ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി പറയാം. ഇത് പറഞ്ഞാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ ഷോ തുടങ്ങുന്നത് ഫസ്റ്റ് 19 മ്യൂസിക് ഷോ ഡിസൈൻ ചെയ്ത സമയത്ത്, ബാക്ക് ദെൻ നമ്മൾ പറഞ്ഞ സമയത്ത്, അന്ന് എനിക്ക് 31 ദിവസമേ കിട്ടിയിട്ടുള്ളൂ ഈ ഷോ ഡിസൈൻ ചെയ്യാൻ. അതായത് ഫ്രം കോൺസെപ്റ്റ്, ആദ്യം നമുക്ക് ഒരാൾ ഇവൻറ്റ് നിങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ അവിടെ തൊട്ട് ഈ ഷോ ഉണ്ടാക്കാൻ എനിക്ക് 31 ദിവസമേ പറ്റിയിട്ടുള്ളൂ. അന്ന് ഞാൻ ചെറിയ പ്രായമാണ്. അന്ന് 3 എഫക്റ്റ് ഞാൻ കോപ്പി ചെയ്തിരുന്നു. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എൻ്റെ ഫേവറേറ്റ് മെൻ്റലിസ്റ്റിൻ്റെ 3 എഫക്റ്റുകൾ ഞാൻ കോപ്പി ചെയ്തു ആ ഷോയിലേക്ക്. ആസ് എ ബിഗ് ഷോ ദോ അതിൻ്റെ 3 എഫക്റ്റ് ഞാൻ കോപ്പി ചെയ്തു വെച്ചാൽ ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ക്രിയേറ്റർ കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പെർമിഷനൊക്കെ ചോദിച്ചു. എന്നിട്ട് വലിയ എമൗണ്ട് അങ്ങനെയൊക്കെയാണ്. അതിലും എത്തിക്സ് ഉണ്ട്. പക്ഷേ ഒരു എഫക്റ്റ്, ഒരു ഇൻ്റർവെൽ സ്ഥലത്തുള്ള ഒരു എഫക്റ്റ്, അതിന് പിന്നെ അങ്ങനെ കോപ്പി റൈറ്റ് ഇല്ല. അത് കണ്ടുപിടിച്ച ആളെ നമുക്കറിയാം, അയാൾക്ക് മെയിൽ അയച്ചിട്ട് റെസ്പോൺസും വരുന്നില്ല. അപ്പം എന്ന് വെച്ചാൽ അവസാനം എത്തി നമ്മൾ. എന്നിട്ട് ആ ഒരു മെത്തേഡിനെ നമ്മൾ കുറച്ചുകൂടി, ഇത് ഇങ്ങനെ പറയാൻ മനസ്സിലാവില്ല, കുറച്ചുകൂടി പോളിഷ്, കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് പറ്റുന്ന രീതിയിൽ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അന്ന് ഞാനൊരു 7 ലക്ഷം രൂപ വരെ എടുത്താൽ പറ്റും. അന്ന് കേട്ടോ 2011 ആ സമയത്ത് സ്പെൻഡ് ചെയ്ത്, ഇത് ബിഗ് മണി ബാക്ക് ദെൻ കമാൺ. എന്നിട്ട് നമ്മളത് ചെയ്തു, ഫസ്റ്റ് ഷോന് ചെയ്തു. നന്നായി, ഗംഭീര ഷോ ആയി. അപ്പോൾ 2 ഷോ, ഇന്നും നാളെയും ഷോ ഉണ്ട്. അങ്ങനെയാണ് ഷോ ഗംഭീരായി. നാളത്തെ ഷോയും വളരെ മനോഹരമായി. ഷോ കഴിഞ്ഞ് നമ്മൾ നോവോട്ടൽ, ദുബായ് അൽബാർഷയിൽ നോവോട്ടൽ അതിൻ്റെ മുമ്പിൽ ഇരിക്കുവാണ്, റിസപ്ഷനിൽ വന്നിരിക്കുവാണ്. ഭയങ്കര ബാലബാലു ഉണ്ട്, ബാലഭാസ്കർ ഉണ്ട്, ഞാനുണ്ട്, രാജമൂർത്തി ഉണ്ട്. രാജ ഹാസ് ബീൻ മൈ ബെസ്റ്റ് ഓൺലി ആൻഡ് ഫേവറേറ്റ് കൺസൾട്ടൻ്റ് ആൻഡ് ഫ്രണ്ട് ഉണ്ട്. പക്ഷേ കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന രാജയോട് മാത്രമാണ് അന്നും ഇന്നും. സോ രാജ ഇസ് ദർ. അപ്പം ആൾക്ക് കുറേ കൂടി എത്തിക്സ് ഉണ്ട്, എനിക്കില്ല എന്നല്ല. അന്ന് എനിക്ക് അറിഞ്ഞ ചെറുതല്ലേ, അദ്ദേഹം വളരെ സീനിയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ കൂടി എത്തിക്സ് ഉണ്ട്. ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ ഒന്നിങ്ങനെ ചോദിക്കും, സാർ, അദ്ദേഹം ചിലപ്പോൾ പറയും ഇങ്ങനെ, അത് മതി. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആർഗ്യുമെൻ്റ് ഒന്നുമില്ല, വേണോ വേണ്ട, അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഈസി ആയിട്ട് ഇപ്പോൾ സീക്രട്ട് കോഡ് ചെയ്യുമ്പോഴായാലും എന്തിനായാലും നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ രാജ എന്നോട് പറഞ്ഞു, അതി ഇതാണ് കോൺവെർസേഷൻ. നമ്മളിങ്ങനെ 3-4 ലൈനിലിരിക്കുക, മനസ്സ് ഫുള്ളി ഇങ്ങനെ വി അച്ചീവ്ഡ് സംതിങ് ഇത്ര ചെറിയ കാലത്ത്. പ്രോഗ്രാം കഴിഞ്ഞ ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ടാണ്, ഞാൻ അവിടെ നിന്ന് വരുന്നു, ഇവർ നാട്ടിൽ നിന്ന് വരുന്നു, നമ്മളൊരു പടപടയെന്ന് പറഞ്ഞൊരു ഷോ അങ്ങ് ഉണ്ടാക്കുവാണ്. ആൻഡ് മിഥുൻ ഇവരെല്ലാവരും ഉണ്ട്, ഓൾ ബീൻ ലൈക്ക് യുനോ നമ്മൾ. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് എന്നാൽ അടങ്ങുന്നില്ല ഇങ്ങനെ. അപ്പോൾ രാജ പറഞ്ഞു, ആദി, ഐ അണ്ടർസ്റ്റാൻഡ് യു സ്പെൻഡ് എ ലോഡ് ഓൺ ഇറ്റ്. ഇനി എത്ര വലുതായിട്ടാണ് ഒരു കോൺസെപ്റ്റ് കൺസീവ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതിലേക്കാണ് എത്തിയിട്ടുള്ളത്, ആ 3 എഫക്റ്റ്. ഇങ്ങനെ നോക്കി, നമുക്കത് വേണോ? ഞാൻ പെട്ടെന്ന് ഒരു അടി കിട്ടിയ പോലെയാണ് ഉണ്ടായിരുന്നത്. ഐ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ഒരു വിഷമം, ഞാൻ ആർ യു ഷുവർ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ചോദിക്കുന്നത്. അങ്ങനെ ആക്കി അന്ന് കളഞ്ഞതാണ് ആ 3 എഫക്റ്റ്. ഡെറൻ്റെ 3 എഫക്റ്റുകൾ കോപ്പി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോ തുടങ്ങിയത്. ആ ഫസ്റ്റ് 2 ഷോയിൽ ഞാനത് ചെയ്തിരുന്നു. അഗെയിൻ ഞാൻ പറയാണ്, അതിൽ പെർമിഷൻ ചോദിക്കാവുന്നവരോട് ചോദിച്ച് അവരുടെ അടുത്ത് തന്നെ പർച്ചേസ് ചെയ്ത് അതൊക്കെയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും അന്ന് നിർത്തിയതാണ്.
അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള സമയം വേണമെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. വീട്ടിട്ടുണ്ട് അത് വെയിനായി വെറുതെ ആയിപ്പോയി. അത് ഒന്നിനും കൊള്ളാതെ അത് കുറേ നാൾ എൻ്റെ മുകളിൽ സ്റ്റോർ റൂമിലുണ്ടായിരുന്നു. ഇപ്പോൾ ചില അഡാപ്റ്റേഷൻ നമ്മൾ ചെയ്യും, ചില കോൺസെപ്റ്റ് ഇഷ്ടമായിട്ട് അഡാപ്റ്റേഷൻ ചെയ്യും. അല്ലെങ്കിൽ അപ്പോഴും നമ്മൾ പറ്റുന്നതും അതിൻ്റെ ഒറിജിനൽ ക്രിയേറ്റർ എടുത്ത് നമ്മൾ സംസാരിച്ച് അതിനുള്ള റൈറ്റ് കോപ്പി റൈറ്റ് പേ ചെയ്ത് അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ആഡ് ഓൺ ഒക്കെ കൊടുക്കാതെ വി ഡോണ്ട് നോട്ട് സപ്പോസ് ടു എത്തിക്സ് എല്ലാത്തിലും ഉണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ട്. ആർട്ടിൽ അത് കുറച്ചധികം വരേണ്ടതാണ്. ഇപ്പം മ്യൂസിക് നമുക്കൊരു സിനിമയുടെ കണ്ടാൽ നമുക്ക് കോപ്പി റൈറ്റ് നമുക്ക് പെട്ടെന്ന് ഇപ്പം അറിയാമല്ലോ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. പക്ഷേ പിന്നെ വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ നിൽക്കുമ്പം ആ ഇൻഡസ്ട്രീനെ ഇപ്പോഴും ഈ ഇൻഡസ്ട്രി ഇത് പലർക്കും അറിയില്ല മെന്റലിസ്റ്റ് എന്താണെന്നോ എന്താണ് ഈ സാധനം ഇപ്പോഴും ആളുകളുടെ മനസ്സിലിരിക്കുന്നത് എങ്ങനെയോ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ കോൺസെപ്റ്റ് ഒരുപാടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് പല രാജ്യങ്ങളിലും നമ്മൾ ടൂർ ചെയ്യുന്ന സമയത്ത് ഇത് അറിയില്ല. വി നീഡ് ടു നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. ഫസ്റ്റ് ഇവരറിയേണ്ടത് മെന്റലിസം എന്ന് പറയുന്ന സബ്ജക്റ്റിന് അത്ര വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഇപ്പം മെൻ്റലിസ്റ്റ് ആദ്യം ഇവിടെ ഇല്ലെങ്കിലും, മെൻ്റലിസം എന്ന് പറഞ്ഞ സബ്ജക്റ്റേ ലോകത്തില്ലെങ്കിലും ആർട്ടിന് ഒരു മണ്ണും സംഭവിക്കാനില്ല. ഇത് റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൗണ്ടഡ് ആവാം. മ്യൂസിക്, ഡാൻസ് ഇതൊക്കെ നമ്മൾ ഭാഷ പഠിക്കുന്നതിനേക്കാളും മുമ്പേ നമുക്കുള്ളതാണ്. മ്യൂസിക് അതൊക്കെ നമുക്ക് ഭാഷ പഠിക്കുന്ന അതൊന്നും ഒഴിവാക്കിയിട്ടൊന്നും നമുക്ക് ഇപ്പം നമ്മുടെ ഷോനെക്കാളും ബെസ്റ്റ് ഷോ ഏതെന്ന് വെച്ചാൽ എവറി മ്യൂസിക് ഷോ ഔട്ട് ദെയർ. തീർച്ചയായിട്ടും ആണ്, അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഓക്കെ ദർ ആർ സം ഓൺലി ലൈക്ക് ഈ സബ്ജക്റ്റിന് അല്ലെങ്കിൽ മാജിക് ഷോന് തരാൻ പറ്റുന്ന ആൾക്കാരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു ഷോ പൊതുവെ ഉണ്ടാവുക അല്ലേ. അത് മാജിക്കിന് പറ്റും, ഇങ്ങനത്തെ ഒരു ഷോന് പറ്റുമായിരിക്കും. ഒരു അക്രോബാറ്റിക് സ്റ്റൺസിന് ആൾക്കാരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മളൊരു അദൃശ്യനാവുന്ന കാണുമ്പോൾ നമ്മൾ ആലോചിക്കുമോ അവർ വൈകുന്നേരം വീട്ടിൽ പോകുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ആവാൻ പറ്റിയാൽ ചിലപ്പോൾ തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അന്ന് ചെറുപ്പത്തിൽ അങ്ങനെയാണല്ലേ അല്ലേ. ഈ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക അതിൻ്റെ പേരിൽ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇല്ലെന്നല്ല. ഇപ്പം അപൂർവ ഇനം മണ്ണിരകളൊക്കെ വളർത്താനും നറിഷ്യാനും മില്യൺസ് ഒക്കെ ചിലവാക്കുന്ന റിസർച്ച് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഒരു കൂട്ടത്തിൽ ഇതിനങ്ങ് കൊണ്ടുപോയ രസമായിരിക്കും. പക്ഷെ ഇത് മനസ്സിലാവുമ്പോൾ വി കൻ നമുക്ക് ഗ്രൗണ്ടഡ് ആവും, ഒരു ഗ്രൗണ്ടിൽ നിന്ന്. പിന്നെ അങ്ങനെ ആലോചിച്ചാലേ ഈ എത്തിക്സിനെ പറ്റിയിട്ട് കുറച്ചെങ്കിലും ധാരണ കിട്ടുള്ളൂ. സോറി, നമ്മൾ ഇതിനെ പറ്റിയിട്ട് മാത്രമാകുന്നുണ്ട് കോൺവെർസേഷൻ. പക്ഷേ ഞാനിപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അപ്പം ഈ സമയം കൊണ്ട് കണ്ട ഒരു കുറേ സംഗതികളുണ്ട്. കാരണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഓർക്കൂട്ടും യാഹൂ മെസ്സഞ്ചറൊക്കെ ഉള്ളു, ഓർമ്മയില്ല അതൊക്കെ. അപ്പം കുറച്ച് കാലത്തിന് മുമ്പേ ഇതൊക്കെ ചെയ്തു പോയോ. അപ്പം നമുക്കതിപ്പോൾ ഇനി റെക്രിയേറ്റ് ചെയ്തിട്ട് ആളുകളെ കാണിക്കാൻ പറ്റും. അപ്പം സോഷ്യൽ മീഡിയ ഐ ഹൈലി അപ്രീഷിയേറ്റ്, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സൂപ്പർ ഗെയിം. അതാണിപ്പം റേസ് അല്ലേ. പക്ഷെ ആളുകൾ അതിൽ എക്സൽ ചെയ്യുന്ന ഒരു സ്കില്ല് വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഓക്കെ വെൽ അതില് നോട്ട് നമ്മുടെ സ്ട്രെങ്ത് ചിലപ്പോൾ അതല്ല, അങ്ങനെ തന്നെ പറയാം അല്ല. അതിനും ഒരു എഫേർട്ട് ഉണ്ട്, അത് അപ്രീഷിയേറ്റ് ദ ഗെയിം. പക്ഷേ അപ്പോൾ അവർ കാണുമ്പോൾ ഇതാണ് മെൻ്റലിസം, ഇത് ഏതാണ് ഒറിജിനൽ എന്നുള്ളത് റെഫർ ചെയ്യാനുള്ള സമയം അവർക്കില്ല, അല്ലെങ്കിൽ ആ എഫേർട്ട് അവരെടുക്കണമെന്നില്ല. ഈ 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 ഇങ്ങനെ പോയിട്ട് അവരോട് നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു സാധനം ആർക്കൈവിൽ ഉണ്ട് കേട്ടോ, അത് നോക്കെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിറ്റി ഏതാന്നുള്ളത് സോ ദേ കൻ ഓൾ പ്രീച്ച് അബൌട്ട് ദ എത്തിക്സ് ആൻഡ് ബിഹൈൻഡ് ദ ബാക്കിൽ ഇങ്ങനെ വിളിച്ചിരുന്നിട്ട് പറയാമെന്നുള്ളതേ ഉള്ളൂ. സങ്കടമാണ്. എനിക്ക് തോന്നുന്നു ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകം നമ്മളെപ്പോഴും പറയുന്നുണ്ട്, ബ്രാൻഡ് ബിൽഡിങ്. ആ ഒരു സാധനം ബ്രാൻഡ് റെഗുലറായിട്ട് നമ്മൾ സ്ട്രാറ്റജിക്കലി ബിൽഡ് ചെയ്തില്ലെങ്കിൽ ആളുകളുടെ ഉള്ളിൽ ഇപ്പം പെപ്സിയും കൊക്കക്കോലയൊക്കെ ഇപ്പോഴും പരസ്യം കൊടുക്കുന്നുണ്ട്. അത് ആളുകൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ആളുകൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ. അപ്പോൾ മെൻ്റലിസ്റ്റ് ആദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ അത് ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. കാരണം എന്നെക്കാളും വളരെ സീനിയർ ആയിട്ടുള്ള മെൻ്റലിസ്റ്റുകളുണ്ട്, പക്ഷേ ദേ നെവർ ക്ലെയിംഡ് ആ ടൈറ്റിലോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചില്ല. ഇത് ജനകീയമാക്കാന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ പക്ഷേ പുതിയ ആളുകൾ നന്നാകുക ഞങ്ങളുടെതെന്ന് പറഞ്ഞ് എടുത്തു കൊണ്ടുപോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ആ രീതിയിലേക്ക്. അപ്പം ഞാനിത് എങ്ങനെ പറഞ്ഞത് ഇവിടെ ഗസൽ എടുക്കും, പങ്കജ് ഉദാസ്, ജഗ്ജിത് സിംഗ്, ഹരിഹർ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫാൻസ് ഉണ്ട്. മിക്കവാറും എല്ലാവരും ബാക്കിയുള്ളവരതും കേൾക്കും. ഇതിവിടെ സംഭവിക്കണം എന്നുള്ളതാണ്. അതായത്
ഒരു 4 ഷോ ഉണ്ടെന്ന് ഇരിക്കാം, 4നും ഒരേപോലത്തെ ടെക്സ്റ്റർ ആയാലോ, വീഡിയോ കാണുമ്പോഴായാലും ഷോ കാണുമ്പോഴായാലും, അതായത് ഒന്നാവാൻ പറ്റില്ല, നമ്മളാവാൻ പറ്റില്ലല്ലോ, എനിക്ക് അവരാവാനും പറ്റില്ല. ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഇത്. അഗെയിൻ ഇറ്റ്സ് നോട്ട് ഫോക്കസ്ഡ് ഓൺ മീ. എല്ലാം ഒരുപോലെ ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ബോറടിച്ചു പോകും. ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട് വെച്ചാൽ എല്ലാവർക്കും എല്ലാം എൻജോയ് ചെയ്യാം. അപ്പോഴാണ് ആർട്ട് ഗ്രോ ചെയ്യുള്ളൂ. അങ്ങനത്തെ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ വേണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ജെനുവിൻ ആയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പലരും ഇതിന്റെ സീരിയസ്നെസ് അറിയാതെയാണ്. അവർ വേറെ സെഗ്മെന്റിൽ ഒരു R&D നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു സൈഡിൽ അത് ഗ്രോ ചെയ്യും വേറെ രൂപത്തിലേക്ക്. എക്സാക്ട്ലി. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും സമയം സംസാരിച്ചതിന്റെ കുറതാണ്, അങ്ങനെ ആർട്ടിനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളവരെ ഒരു തിയേറ്റർ ഷോ വരെ ഇതെത്തിക്കാൻ ചാൻസ് ഉള്ളൂ. ആ രീതിയിലേക്ക് ഒരു തിയേറ്റർ വരെ ആർട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര എഫേർട്ട് വേണം. കുറച്ച് ബുദ്ധിമുട്ടാണത്, കുറച്ച്. പക്ഷേ ഇവർ പലപ്പോഴും അറിയുന്നില്ല, ഞാൻ ഇങ്ങനെ ഒരു എത്തിക്കൽ കോഡ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആർട്ടിനും എനിക്ക് ഇൻഡിവിജ്വലിയും ഇത് ഗുണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്താൽ, ആ ഒരു എത്തിക്സ് മെയിൻ പോയിന്റ് ആണത്, അത് ആഡ് ചെയ്താലേ ആർട്ടിനെ മുമ്പിലോട്ട് ഇനി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത്രത്തോളം ആർട്ട് എന്ന സെഗ്മെന്റിലൊക്കെ മാറിയിട്ട് വൈറാലിറ്റി. എക്സാക്ട്ലി. ഫോളോവേഴ്സ് കൂടുക, പെട്ടെന്ന് ആളുകളുടെ ഇടയിൽ ഫെമിലിയർ ആകുക, ഫോക്കസ് വരുമ്പോൾ ഈ പറഞ്ഞ എത്തിക്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എഫേർട്ടോ തിയേറ്ററിക്കൽ ആയിട്ടുള്ള ഇതൊന്നും അവിടെ കൺസിഡറിങ് ഫാക്ടർ ലവ് ഇല്ല, ലവ് ഓഫ് ദ ആർട്ട് ഇല്ല. അത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നറിയോ? ഇത് സിനിമയിലേക്ക് എത്തണം. പക്ഷെ അഭിനയിക്കാനുള്ള ഇഷ്ടം കൊണ്ടോ, തിയേറ്ററിൽ നിന്ന് ഡ്രാമ തുടങ്ങിയ ഇഷ്ടം കൊണ്ടോ, അതിൻ്റെ ഡെപ്തും ഡീറ്റെയിൽസും അറിഞ്ഞിട്ടോ ഉള്ളതല്ല. ഒരു ക്യാരക്ടറിനെ ഒബ്സർവ് ചെയ്യുന്നത് പോലുമല്ല. ലൈഫ് ഭയങ്കര പൈസ, ഗ്ലാമർ, ഒറ്റ നൈറ്റ് കൊണ്ട് സെലിബ്രിറ്റി, അവിടെ കിട്ടാവുന്ന എക്സ്പോഷർ, ഇതിനെ ആലോചിച്ചിട്ടാണ് നിങ്ങൾ സിനിമയിൽ എത്തുന്നെങ്കിൽ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. അത് സംഭവിച്ചു പൊക്കോളും. നല്ല പൈസയുള്ള ഒരു ഫ്രണ്ടും ഒരു പ്രൊഡ്യൂസറും അങ്ങനെ കുറച്ചുണ്ടെങ്കിൽ തന്നെ താങ്ക് യു അങ്ങനെ ഉണ്ടിച്ചാൽ തന്നെ അത് സംഭവിക്കും. ഈ രീതിയിൽ. അപ്പോൾ അവർ തുടങ്ങുമ്പോൾ എങ്ങനെ അറിയോ? കുറച്ച് വൈറലാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് എളുപ്പമാണല്ലോ, ഒരു 3-4 എഫക്റ്റ് പിടിച്ച് ഈ വൈറാലിറ്റിയിൽ പിടിച്ചിട്ട്, ട്രസ്റ്റ് മീ, ഐ അഡ്മയർ ദ ഗെയിം, സോഷ്യൽ മീഡിയ ഗെയിം. ഡെഫിനറ്റ്ലി യെസ്, അത് നല്ലത് തന്നെയാണ്. പിന്നെ ഇവർ നോക്കുന്നത് നല്ല പൈസയാണല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കുറച്ച് എഫക്ട്സ് തട്ടിക്കൂട്ടിയാൽ ഒരു 20 മിനിറ്റെങ്കിലും ഉണ്ടെങ്കിൽ പൈസ കിട്ടും. നല്ലതാണ്, വളരെ നല്ല കാര്യം. കാരണം സോഷ്യൽ മീഡിയ എന്ന എക്സ്പോഷർ കിട്ടിയല്ലോ, പൈസ കിട്ടുന്ന പറയുമ്പോൾ, അതായത് ഒരു പഠിത്തം കഴിഞ്ഞ ഒരു യങ് സ്റ്റേജിൽ ഒരു കരിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ നിൽക്കുമ്പോൾ ഒരു മാസം നോക്കൂ, നമ്മളൊരു സാലറി ജോബാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനേക്കാളും വളരെ ഒരു ഷോർട്ട് കട്ടായിട്ട് ഇതിനെ തോന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് അവർ ഒറിജിനാലിറ്റീനെ പറ്റിയിട്ടോ എത്തിക്സിനെ പറ്റിയിട്ടോ അല്ല ആലോചിക്കുന്നത്. നോക്കുമ്പോൾ ഇന്ന ഷോ ഉണ്ട്, ഇഷ്ടമായി അതെടുക്കുന്നു. ഇതെങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായോ? ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഒരു സമയത്ത് ഇവർക്ക് റിയലൈസേഷൻ വരുമായിരിക്കാം, മേ ബി ലൈക്ക് ഒറിജിനൽ ആയിട്ട് ഐഡിയ തോന്നുമായിരിക്കാം. പക്ഷേ ഇതുവരെ നമുക്കത് കാണാൻ പറ്റണ്ടേ, അത് സങ്കടമാണ്. ഐ അഡ്മയർ ഒരു ആർട്ടിസ്റ്റ് അല്ലാതെ ചിന്തിക്കുമ്പോൾ ഒറിജിനലായിട്ട് അവർക്കൊരു ടച്ച് ഐഡൻറ്റിറ്റി കൊടുക്കണം. ഇത് ഏത് ആർട്ടിലും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. നമ്മളത് അഡ്മയർ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളൊക്കെ ഓസ്ട്രേലിയയിലൊരു ലെജൻഡറി 3 മെൻ്റലിസ്റ്റുകളുണ്ട്. എൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടാവും, ചാൾസ് ഗോച്ചി എന്നൊക്കെ ഭയങ്കര, എല്ലാവരും ഇപ്പം ഇല്ല. അവർ 3 പേരാണ്. ഓസ്ട്രേലിയ ഇത്രയും വലിയ സ്ഥലമാണ്, പക്ഷേ ഈ 3 പേർക്കും ഷോ ഉണ്ട്. 3 പേരും ഒരു ഫ്രീക്വൻറ്റ് പീരീഡിൽ അവർ കൂടും. ഓഫൻ അവർ കൂടിയിട്ട് അവർ ഡിസ്കസ് ചെയ്യും, അവരുടെ ഷോനെ ടച്ച് ചെയ്ത് കൊടുക്കും. ഒരാളും ഒരാളുടെ മെറ്റീരിയൽ ഉപയോഗിക്കില്ല, സിമിലറേ ആയിരിക്കില്ല. എന്നോട് ഈ കഥ പണ്ട് പറയുന്നത്, ഐ വാസ് ലൈക്ക് വാട്ട് ആൻ അഡ്മയറിങ് സ്റ്റോറി. പിന്നെ ഇത് നമ്മുടെ മെറ്റീരിയൽ ഉപയോഗിച്ച് പിന്നെ കോപ്പി ചെയ്യുന്നത് എപ്പോഴെങ്കിലും കണ്ണിൽ പെട്ടാൽ അതിനെ ഡിഫെൻഡ് ചെയ്യും. അതിനെന്താ, അവർ ചെയ്യുന്നുണ്ടല്ലോ, ഇവർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഞാൻ മാത്രം ചെയ്താൽ എന്താ കുഴപ്പമെന്നുള്ളതാണ്. ആൻഡ് ദേ സേ ലൈക്ക് സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ്. നോ, ഐ നെവർ ഗെറ്റ് ഇറ്റ്, സോറി. അപ്പം പിന്നെ ആർട്ടിന് വേണ്ടി അപ്പം പിന്നെ ആൾക്കാർ വിചാരിക്കുമല്ലോ എനിക്ക് ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പറയുന്നതെന്ന് വിചാരിക്കില്ലല്ലോ. ആ ഒരു സ്റ്റേജിൽ ഇരുന്നിട്ട് ഏറ്റവും സെറ്റ് പറയണം, ആര് എന്ത് ചെയ്തു. ഒരു സിനിമാ നടന് അവർ ചെയ്യുന്ന 100,000 സിനിമകളെ പറ്റി, ലൊക്കേഷൻ, ഇതിനെപ്പറ്റി കഥ പറയാം. നമുക്ക് അങ്ങനെയല്ലല്ലോ, ഇതൊരു ചെറിയൊരു ആർട്ടാണ്. അപ്പോൾ ചെറിയൊരു ജേണി വലുതാണെങ്കിലും
ഇതിനകത്ത് നിന്നിട്ടുള്ള കഥയെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഇന്റർവ്യൂവിൽ അനുഭവിക്കുന്ന പ്രശ്നം അതാണ്. എന്താണ് അച്ഛൻ്റെ പേര് വെച്ച് അച്ഛൻ്റെ പേരിലേ പറയാൻ പറ്റുള്ളൂ. ഇത് കുറേ കഥകൾ അതിന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉത്തരങ്ങളും ചോദ്യങ്ങളൊന്നാകുമ്പോൾ ഉത്തരങ്ങളൊന്നും. സോ ഈ സ്റ്റോറി പറയുന്ന കൂട്ടത്തിൽ ഡെഫിനറ്റ്ലി ഇതിൽ വരുന്ന ഫ്യൂച്ചറിലെ ആൾക്കാർ, അല്ലെങ്കിൽ അതിനെ അപ്സ്കെയിൽ ചെയ്യാൻ സഹായിച്ച ആൾക്കാർ, അതിനെ എക്സൽ ചെയ്ത ആൾക്കാർ, ഇനി ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറി വരാനുണ്ട്. ഇതിനെ പറ്റിയിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. ആരൊക്കെ എന്ത് ചെയ്യുന്നുള്ള എടുത്തെടുത്ത് പറയണം. ഉറപ്പായിട്ടും പറയും, ഞാൻ പറയും. അതൊരു വാണിംഗ് പോലെ ഇരുന്നോട്ടെ അത്, അല്ലേ? അപ്പോഴെങ്കിലും എല്ലാവരും അറിയും. സോ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പം നിങ്ങളും ചെയ്യണം എന്ന് ഞാൻ പറയാം. അതിൽ ചെറുതാവുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ ട്രെൻഡ് അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. നമ്മളെന്താ വെച്ചാൽ അപ്പോഴും അടുത്ത് എടുക്കുമ്പോഴേക്കും നമ്മൾ പിന്നെ അടുത്ത് ഓടുകയാണ്. അല്ല എണ്ണ ഇപ്പം അങ്ങയുടെ ഫീൽഡിൽ ഇപ്പം എത്ര പേരുണ്ട്? ഒരു എണ്ണം അല്ലല്ല ഇല്ല. കേരളത്തിൽ എത്ര പേരുണ്ട്? പെട്ടെന്ന് മനസ്സിൽ വരുന്ന എത്ര പേരുണ്ടോ? ഞാൻ കുറച്ച് കോമ്പറ്റീറ്റേഴ്സ്, ഒരു 5-6 പേര് നമ്മളെ സെഗ്മെന്റിൽ കോമ്പറ്റീറ്റർ ഉണ്ട്. പിന്നെ അതിന്റെ താഴെ അത് നോക്കണ്ട, നിങ്ങളുടെ ലെവലിൽ തന്നെ പറഞ്ഞോളൂ. എത്ര പേരുണ്ടാവും? നമ്മളെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഒരു 5 പേരുണ്ടാവും. ഈ 5 എന്ന് പറയുന്നത് എത്ര കോടി ആൾക്കാരില്ല? അതൊരു പെർസെന്റേജ് ആണ്. 3.5 കോടിയിൽ എക്സാക്ട്ലി 5 പേര്. ഇല്ല, ഈ കോമ്പറ്റീറ്റേഴ്സിന്റെ ഇടയിൽ ഞാൻ പറയുന്നത് നമ്മുടെ സബ്ജക്ട് എടുത്താലും അങ്ങനെയല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നത് ആരും മാറ്റും, ആരും പറഞ്ഞു കൊടുക്കും. ഇത് വലിയ നമ്പർ, ഭയങ്കര ഒരു മൈന്യൂട്ട് അല്ലേ? അപ്പോൾ അതിനിടയിൽ നടക്കുന്ന ഒരു വലിയൊരു ഇഷ്യൂവിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇത് ആര് പറയും? പറയാൻ പറ്റുന്നവർ ചെയ്തില്ലെങ്കിൽ ആര് പറയും? ഇപ്പം മെന്റലിസം എന്ന് പറയുന്നൊരു ആർട്ടാണ്. ഇപ്പം ഈ ആർട്ട് കുറേ ആളുകൾ ഭയങ്കരമായിട്ട് ആവേശത്തോട് കൂടിയിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഇതിനെക്കുറിച്ച് അറിയാതെയും പഠിക്കുന്നുണ്ട്. ആക്ച്വലി ഒരു ആർട്ട്, ഒരു തിയേറ്റർ സ്റ്റേജ് പെർഫോമൻസ് എന്നതിനും അപ്പുറത്ത് എന്താണ് ഒരാളുടെ മെൻ്റലിസം എന്ന് പറയുന്ന ഈ കഴിവിൽ എവിടേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും? പേഴ്സണൽ ലൈഫിലോ ബിസിനസ്സിലോ? ഇപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് എൻ്റെ ക്ലയൻറ്റിന് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും? സ്റ്റാഫ് മാനേജ്മെൻറ്റിൽ ഈ ഒരു ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റുമോ? അൾട്ടിമേറ്റ്ലി അത് സെയിൽസ് ക്ലോസിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും? ഇങ്ങനെ എന്തെങ്കിലും ശരിക്കും ഇതുകൊണ്ട് കഴിയുമോ? Zero. Here comes. Okay. Eventually, when you're into this art and you're a performer, you're a showman, right? Yeah. The showmanship helps in every aspect. നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ, എവിടെയായാലും ഷോമാൻഷിപ്പ് ഹെൽപ്സ്. ഈവൻ ആസ് എ ഹസ്ബൻഡ് അല്ലേ, വീട്ടിലാണെങ്കിൽ പോലും അതൊക്കെ ഒരു പറ്റും. And then you're supposed to hold certain kind of കരിസ്മാറ്റിക് ആണല്ലോ, അത് ഷോമാൻഷിപ്പിൻ്റെ ഭാഗമാണ്. അതും ഹെൽപ്പാവും. അല്ലാതെ നിങ്ങൾക്ക് ഈ സ്കില്ല് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സ്റ്റേജിൽ, ആ ഒരു മൊമെന്റിൽ ആ ഒരു സാധനത്തെ ക്രിയേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, there is a trick in everything I do. It's a make believe art. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ മൈക്രോസോൺ ബോഡി ലാംഗ്വേജ് റിയൽ ലൈഫിൽ ഹെൽപ്പ് ആവും. പക്ഷെ അത് മെന്റലിസ്റ്റിന് വേണമെന്ന് നിർബന്ധമല്ല. ഇല്ല, ബോഡി ലാംഗ്വേജ് പിന്നെയും പറയാം. സ്റ്റേജിൽ എല്ലാ സബ്ജക്റ്റുകളും ബോഡി ലാംഗ്വേജ് കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു ടിക്കറ്റ് വെക്കുന്ന കണ്ടക്ടർക്ക് അറിയാം ടിക്കറ്റ് എടുക്കാതെ, അപ്പോൾ അവരും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ NLP ടൂളുകൾ എന്നൊക്കെ പറയുന്നത്, ഞാൻ പറയുന്നത് NLP ആവശ്യം വരുന്നത് NLP എന്താണ് ബേസിക്കലി? NLP പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിക് പാറ്റേൺ. ഹിപ്നോട്ടിസം മെന്റലിസ്റ്റുകൾ തിയേറ്ററിലേക്ക് ഉപയോഗിക്കലുണ്ട്, സ്റ്റേജ് ഹിപ്നോസ് ഉപയോഗിക്കലുണ്ട്. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതെ, നല്ലതല്ലേ? പക്ഷേ പിന്നെ ഉപയോഗിക്കണം എന്നൊരു നിർബന്ധമില്ല. ആ സ്കില്ല് ഉണ്ടെങ്കിൽ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്നുണ്ട്, ഡസൻ നെസസറിലി ഹാവ് ടു ബി മെന്റലിസം. മെന്റലിസ്റ്റിൽ ഉപയോഗിക്കുന്ന 32ഓളം. പിന്നെ ആ ഹിപ്നോട്ടിസം, ഈ കാണിക്കുന്ന ടൈപ്പ് ഹിപ്നോട്ടിസം ഏത് ഹിപ്നോട്ടിസം എന്ന് എനിക്കിപ്പോഴും അതെന്താന്ന് വെച്ചാൽ, ഈ പിന്നെ ഞാൻ പഠിച്ച ഹിപ്നോട്ടിസം അങ്ങനെ ആയിരുന്നു. ഒരു 5, 10, ഇനി 20 മിനിറ്റ് ഉള്ളൊരു പ്രസന്റേഷൻ ആയിരിക്കാം. അതിൻ്റെ 20 മിനിറ്റ് കട്ടാക്കിയിട്ട് അവസാനത്തെ 1 മിനിറ്റാണ് നിങ്ങൾ കാണുന്നെങ്കിലോ, അതാണ് നിങ്ങൾ ഈ കാണുന്ന റീല്. അതിന് കുറേ സമയം എടുക്കും, ഒരു 5 മിനിറ്റ് എങ്കിലും എടുത്തിട്ട് ഇതൊന്നും ഇത് കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ കാണില്ല ഇത്രയും സമയം. എക്സാക്ട്ലി. അല്ലെങ്കിൽ അതേ കൺവിക്ഷനിൽ, അതേ ടൊണാലിറ്റിയിൽ നിങ്ങളിത് റിക്രിയേറ്റ് ചെയ്യാൻ നോക്കി ചിലപ്പോൾ സാധിക്കും. യു നീഡ് എ റൈറ്റ് സബ്ജക്ട്, വില്ലിങ് ആയിട്ടുള്ള സബ്ജക്ട്. എല്ലാവരുടെ അടുത്തൊന്നും പറ്റില്ല. ആരും അതിൻ്റെ അടുക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ചാലഞ്ചൊക്കെ കൊടുത്ത് കണ്ടു ദുബായിലുള്ള ഒരാൾ, ഇത് വർക്ക് ചെയ്യും, പക്ഷേ എല്ലാവരുടെ അടുത്തും വർക്ക് ചെയ്യില്ല. നിങ്ങൾ അതിന് വില്ലിങ് ആണെങ്കിൽ, നിങ്ങൾ പറയണം എന്നത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ട്രീറ്റിൽ ഞാൻ റീസെൻ്റ്ലി ഐ ഡിഡ് എ വീഡിയോ ഓൺ ഇറ്റ്. ഒരു
അസും അതിലുമില്ല. അതായത് പുലി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഓടിക്കുക, മരിച്ചു പോയവരെ കാണിക്കുക, കയ്യിൽ കിട്ടിയ ഒരൊറ്റ അടി വെച്ച് കൊടുക്കുക. സീരിയസ്ലി നമ്മളൊരു അങ്ങനെ അഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ സങ്കടമാണ് ഇതിൻ്റെ എത്ര ഡേഞ്ചറാണെന്ന്. ഇപ്പം ശരി 10 പിള്ളേർ ഇപ്പോൾ കുട്ടികൾ സ്ട്രീറ്റിൽ ഹിപ്നോസ് ചെയ്തുകൊണ്ട് അത് എന്നെയോ എൻ്റെ പ്രവർത്തനത്തിനോ ഒട്ടും ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ അതിൻ്റെ ഡേഞ്ചർ മനസ്സിലാവുന്നില്ല. ഞാൻ പറയും, നിങ്ങൾ ദുൽഖർ സൽമാൻ, ആസിഫ് അലീനെ, അതൊക്കെ കാണിച്ചു കൊടുക്കൂ മരിച്ചുപോയ ആൾക്കാരുടെ മുമ്പിൽ. എന്നിട്ട് നല്ലോണം പൈസ മേടിക്കുന്ന ആളുകളെ പറ്റി എനിക്ക് കുറച്ച് പേര് മെസ്സേജ് ചെയ്യും, 4000 രൂപ തരണം എന്ന് പറഞ്ഞു ഇത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ചെയ്തോട്ടെ, നല്ല ആർട്ട്. പക്ഷേ സ്റ്റേജിലേക്ക് നമുക്ക് സിമിലർ ലൈനുള്ള സാധനമാണ് വേണ്ടത്. പക്ഷേ പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഷോയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഹേർട്ടാവുന്ന അല്ലെങ്കിൽ ഇതൊന്നുമില്ല. അതൊരു എൻഹാൻസ് ചെയ്യാൻ, ആർട്ടിൻ്റെ ആ ഒരു പൊസിഷനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എഫക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ട്രെയിനിങ്ങിൽ ഈ ഹിപ്നോട്ടിക് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം 8 മണിക്കൂർ വരെ ഞാൻ വിചാരിച്ചെടുത്ത് ഇവരെ മൈൻഡിൽ ഇതിലേക്ക് ശ്രദ്ധിക്കും. എക്സാക്ട്ലി 9 മണിക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങും. ടിൽ 6 o'clock വരെ പ്രോഗ്രാം ഉണ്ടാവും. ഇതിനിടയിൽ ഇവരെ മൊബൈൽ ഫോണിനെ കുറിച്ച് ചിന്തിക്കാതെ, ഫാമിലിനെ കുറിച്ച് ചിന്തിക്കാതെ അവർ 1.5 മണിക്കൂർ ഞാൻ നന്നായിട്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല എടുത്ത് പിന്നെ അവരെ നമ്മളെ വഴിക്ക് കൊണ്ടു. ഈ ആൻസറാണ് പ്രസിഡന്റ് ഒബാമേൻ്റെ ഈ സ്പീച്ച് എഴുതി കൊടുക്കുന്നതിൽ അതിലൊരു മലയാളി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കഥ അറിയോ? അതിൽ അവർക്ക് ഈ ഹിപ്നോട്ടിക് പാറ്റേൺ അവരുടെ സ്പീച്ചിലുണ്ടാവും. അത് ആ വേവ് അവരുടെ ടൊണാലിറ്റിയിലൊക്കെ അത് ഉണ്ടാവും. അപ്പം നമ്മൾ NLP പറ്റി പറഞ്ഞു നിർത്തി. NLP എന്ന് പറയുന്ന സബ്ജക്റ്റ് മെന്റലിസ്റ്റിന് ഒരാവശ്യമില്ല. പക്ഷേ ഹെൽപ്ഫുൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു NLP ഉപയോഗിക്കുന്നതെന്നാൽ ഹിപ്നോസിസിൽ ഉപയോഗിക്കുന്ന പാറ്റേൺ NLP സിമിലർ അല്ലേ? അതുകൊണ്ട് മാത്രം അന്ന് ഹിപ്നോട്ടിക്കിനെ പറ്റിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങളും അപ്പോൾ NLP പാറ്റേൺസ് പഠിച്ചതുകൊണ്ട് ഇപ്പോൾ ആന്റണി ജഗ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പഠിച്ചത്. സപ്പോസ് ടു ബി ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ഹിപ്നോട്ടിക്. അപ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി എവിഡൻ്റ് ആയിട്ട് പറഞ്ഞു NLP പാറ്റേൺസ് ചെയ്തു. സോ അതുകൊണ്ട് മാത്രം അതാവശ്യം. അല്ലാതെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഞാൻ മെന്റലിസ്റ്റ് ഉപയോഗിക്കുന്ന ഓർഡറാന്ന് പറയണം. അതിനാവശ്യമില്ല. ഇല്ല കറക്റ്റാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഷോമൻഷിപ്പ്, കരിസ്മ, ഇത് നിങ്ങൾക്ക് ഹിപ്നോസിസ് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ അതിനുള്ളൊരു ഉത്തരം പറഞ്ഞു. അത് പക്ഷേ വളരെ റെയർ ആയിട്ടുള്ളൊരു ഉത്തരമാണ്. അതെല്ലാവരും ആലോചിക്കാത്തൊരു ഡെപ്തിലുള്ള അല്ലെങ്കിൽ ട്രൂ പ്രൊഫഷണലിസ്റ്റിന് ആ ഗ്രേഡിൽ മുകളിൽ നിൽക്കുന്ന ഒരു ഉത്തരമാണ്. എത്ര പേര് സംസാരിക്കുമ്പോൾ ഇതിൽ ഇവരെ നമ്മളെ ഇങ്ങനെ ഒരു കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ വാച്ച് ചെയ്ത് നോക്കാൻ പാടില്ല, അപ്പോൾ അവർ ഇങ്ങനെ ഈ ഡെപ്തിൽ ആലോചിച്ചിട്ട് എത്ര പേരാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഇല്ലല്ലോ. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഗ്രേഡിന് അപ്പുറത്ത് നമുക്ക് എന്ത് സ്കില്ലും നമുക്ക് ഉപയോഗിക്കാം. മാർക്കറ്റിംഗ് സ്കില്ല് നമുക്ക് ദാമ്പത്യത്തിൽ ഉപയോഗിച്ചൂടെ? അപ്പോൾ അങ്ങനെ അല്ലാതെ മെന്റലിസം യു കെൻ ഇംപ്രസ് പീപ്പിൾ. ഇപ്പോൾ ഒരു യു കെഡ് ബി ദ സ്റ്റാർ ഓഫ് ദ നൈറ്റ്. ഐ മീൻ ആ ഒരു ക്രൗഡ്. ഇപ്പം നമ്മളെ ഫാമിലി ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും പഠിക്കുന്നതിന് മുമ്പേ കുട്ടികളെല്ലാം എൻ്റെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പ്രായത്തിലുള്ളവരായിരിക്കില്ല സെറ്റാവുന്നത്. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം ചുറ്റും നമ്മൾ അവരുടെ തന്നെ ആയിരിക്കും. അതിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് കിട്ടിയാൽ യു ക്യാപ്ചർ ദം വിത്ത് സംതിങ് അല്ലേ? അപ്പോൾ അങ്ങനെ ഉപയോഗമുണ്ട് ഫാമിലി എവിടെയായാലും. അതല്ലാതെ മെൻ്റലിസ്റ്റിൻ്റെ ഒരു സ്കില്ലും എനിക്ക് തോന്നി. പിന്നെ നമ്മളത് അങ്ങനെ ഒരു ഡീവിയസ് ആയിട്ട് ആലോചിക്കുന്നില്ല. സ്റ്റേജിൽ ആലോചിക്കാനേ സമയം കിട്ടുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം മനസ്സിലെത്തുന്നു. ഇപ്പം നിങ്ങൾ എൻ്റെ ഗേൾ ഫ്രണ്ടോ പിന്നെ ഇനിയിപ്പോൾ കുറേ ആൾ ഓക്കെ വൈഫെന്ന് പറയാത്താണ് അല്ലെങ്കിൽ കുട്ടി ആണ്. അപ്പം ഒരു 3-4 ഗിഫ്റ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവരെ പെർsuade ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഇതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഭാഗ്യത്തിന്. പക്ഷേ നമ്മൾ പറയണം ഓക്കെ അത് എടുപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം അവരത് എടുക്കുന്നുണ്ട്. അങ്ങനെ പെർsuade ചെയ്യാൻ പറ്റുമല്ലോ. അതിപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന സംഭവത്തിൽ അങ്ങനെ കുറേ സാധ്യതകളുണ്ട്. പക്ഷെ ഞാനൊന്നും ഇതുവരെ അത് ആലോചിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ ചില സമയത്ത് പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ പെടുമ്പോൾ നമ്മൾ പറയുന്ന പോലെ അതിനിടയിലുള്ള അതുവഴിയും അത് എക്സ്പീരിയൻസ് ഉണ്ട്. സ്റ്റേജിൽ നിന്ന് ഉരുണ്ട് പറഞ്ഞിട്ട് 4 കാല് വരുന്ന എക്സ്പീരിയൻസ് കൊണ്ട് രക്ഷ അതൊക്കെ ഉണ്ടാവുന്നല്ലാതെ മെൻ്റലിസം കൊണ്ട് റിയൽ ലൈഫിലോ ഒന്നും ഒരു ബിസിനസ്സിലും ഇല്ല കേട്ടോ. അല്ലാതെ അതിന് വേണ്ടിയിട്ടുള്ള പെർsuasion ടെക്നിക്കില്ലേ, അത് പഠിച്ചാൽ പോരെ. എന്തൊക്കെ ഉണ്ട്? കോൺവെർസേഷണൽ ടാക്ടിക്. എനിക്ക് തോന്നുന്നു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് കോൺവെർസേഷണൽ ടാക്ടിക് എന്നാണ്. ബോഡി ലാംഗ്വേജ് അതാണ് പറഞ്ഞത്. അപ്പം ബോഡി ലാംഗ്വേജ് ഇതിലുപയോഗിക്കാം, ഇതിലൊരു മേജർ പാർട്ടായിട്ട് ഉപയോഗിക്കാം. അത് ഏതിലുപയോഗിക്കാം? കോർട്ടിൽ ഉപയോഗിക്കാം, ആസ് എ ടീച്ചർ ഉപയോഗിക്കാം. എനിക്കൊന്ന് ബിസിനസ്സിലുള്ളവർ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് കോൺവെർസേഷണൽ ടാക്ടിക്കും അതിലാണല്ലോ ഇൻഫ്ലുവൻസിങ് വരുന്നത് അല്ലേ? ക്ലോസിങ്ങും ഇതെല്ലാം കോൺവെർസേഷനിലല്ലേ വരുന്നത്. കോൺവെർസേഷനിലും ബോഡി ലാംഗ്വേജും. ആൻഡ് അപ്പാരൻ്റ്ലി ഐ ആം ഓൺ ടു ദാറ്റ്.
ഇത് നമ്മൾ പറഞ്ഞ് പ്ലാൻ ചെയ്ത പോലെ തോന്നും. നമ്മൾ അടുത്ത് തന്നെ റീസെന്റ് ഈ വർഷം തന്നെ ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഒരു സോർട്ട് ഓഫ് എ ലെക്ചർ തിങ് ഫോർ കോർപ്പറേറ്റ്സ്. ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. ഇത് നമ്മളിത് പറയണമെന്ന് നമ്മുടെ റിവ്യൂ മീറ്റിംഗിലൊന്നും തീരുമാനമാണ്. നമ്മുടെ ഓഡിയൻസ് നമ്മളിത് സത്യം ഇത് ഇപ്പൊ എന്നെ ചിലപ്പോൾ കൂടെയുള്ളവർ നമ്മളതൊരു സംസാരിച്ചിട്ടോ റിവ്യൂ ഐ എം ദ ഡിസിഷൻ മേക്കർ, പക്ഷെ നമ്മളൊരു ഇന്റേണൽ ഇത് അനൗൺസ് ചെയ്യാറായൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ 1-2 പോസ്റ്റെല്ലാം കാണും സോഷ്യൽ മീഡിയയിൽ, ഇത് വേറെ ആളുകൾ ചെയ്യുന്നത്. അല്ല ചെയ്യട്ടെ, എല്ലാവരും ചെയ്യട്ടെ. കാരണം ഇത് എന്താ പറയുക, എൻ്റെ സബ്ജക്റ്റ് ഇതിൽ നിന്നാണ് ഞാൻ എനിക്ക് കുറേ കൂടി ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന സബ്ജക്റ്റാണ് ബോഡി ലാംഗ്വേജും മറ്റും. അപ്പം അതൊരു രസകരമായിട്ട് അവതരിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഒരു 2.5 hours വരുന്ന ഒരു ലെക്ചറാണിത്. അപ്പോൾ അതിൽ കോൺവെർസേഷനും ചെറുതല്ലാത്ത കോൺവെർസേഷൻ നമ്മൾ ഓൾറെഡി കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയമാണ് ചാനലും മറ്റും. അങ്ങനെ ആക്ച്വലി ഐ എം റൈറ്റിംഗ് എ ബുക്ക് അപ്പോൾ ഇപ്പോൾ അത് കുറച്ച് നാളായി. എൻ്റെ പുസ്തകം എഴുത്തൊക്കെ കണക്കാണ്, അത് ജന്മത്തെ പബ്ലിഷ്. ഞാനൊരു പുസ്തകം 4 എണ്ണം ഉണ്ട് പാരലലി എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ ഒന്ന് എഴുതി കഴിഞ്ഞു, ഇനിയിപ്പോൾ റീസെൻ്റ് ആയിട്ട് 2 months പബ്ലിഷ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഫൈനൽ കഴിഞ്ഞു. എക്സലന്റ്. റിലീസ് ഇല്ല, റിലീസ് പബ്ലിഷിങ്ങിന് റെഡിയാണ്, 2 months റെഡി. ഞാൻ ചെയ്തിട്ട് കാര്യമുണ്ടോന്ന് അറിയില്ല. കാരണം ഞാൻ ചെയ്യാൻ വിചാരിച്ചതെല്ലാം ഇപ്പൊ യൂട്യൂബിൽ വന്നിട്ട് കുറെ കൊല്ലായി, 5-6 കൊല്ലായി. അപ്പൊ എല്ലാവർക്കും കുറച്ചെങ്കിലും യൂസ്ഡ് ആയി. ഇതിന്റെ ഒരു വന്ന വഴികളെ കുറിച്ച് വേണമെങ്കിൽ അല്ല, ഇനിയിപ്പോ ആൾക്കാർ പറയും ഇത് ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പേ, അപ്പൊ എന്റെ തന്നെ ഞാൻ കോപ്പി ചെയ്ത പോലെ അല്ലേ. റീസെന്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങളൊരു ഷോ വരാൻ പോവാണ് 31. സോ എന്താണ് ആ ഷോയിൽ നിങ്ങൾ ഒരുക്കി? താങ്ക് യു. വന്ന പർപ്പസ് ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ കൊടുത്തപ്പോൾ, മലപ്പുറം എനിക്ക് ഭയങ്കര സപ്പോർട്ട് തരുന്ന ഒരു സ്ഥലമാണ്. ആക്ച്വലി ഇന്ത്യയിലെ നമ്മുടെ 3ാമത്തെ ഷോ, ഇന്ത്യയിലെ നമ്മൾ ചെയ്ത 3ാമത്തെ തിയേറ്റർ ഷോ എവിടെയായിരുന്നത്? ഇവിടെ മലപ്പുറം തിരൂര് വിയാങ്കോ കാസിൽ എൻ്റെ ഒരു ഇവന്റ് നടന്നിട്ടുണ്ട് അവിടെ. അയ്യോ ഭയങ്കര ക്രൗഡായിരുന്നു. ഈ 20th എൻ്റെ ഒരു ഇവന്റ് അവിടെ നടക്കുന്നുണ്ട്. ഈ 20th ഞാൻ പങ്കെടുക്കുന്ന ഒരു ഇവന്റ് പറയാം ആദ്യം. അത് പിന്നെ വേറൊരു ടീം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു വിയാങ്കോ കാസിൽ. അതെ അല്ല, ഫുൾ ഡേ അല്ല, ഒരു 1.5 മണിക്കൂർ. ബിസിനസ്. അതെ നമ്മളൊരു പ്രോഗ്രാം, നമ്മൾ 2 പേരും കൂടെ ഒരു ഇവന്റിലും വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു. അപ്പം കാഞ്ഞങ്ങാട് ഞാനും ബാലും കൂടെ ആ ഷോ ചെയ്ത്, 2ാമത് വയനാടായിരുന്നു. ബ്രില്യൻ ഈവൻ, രണ്ടും ഹ്യൂജ് സക്സസ്. അപ്പം നമ്മൾ തന്നെ ഓവർവെൽംഡ് ആവും. കാരണം കാഞ്ഞങ്ങാടും വയനാട് വൈത്തിരി നടന്ന് റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്, മേജർ സിറ്റി ഇല്ല, കൊച്ചിയൊക്കെ അവിടെ നിൽക്കുകയാണ്. ദെൻ തിരൂര് ഇവിടെ ബിയാങ്കോ കാസിൽ, അത് ഭയങ്കര, അതും ഹൗസ്ഫുൾ ആയൊരു ഷോ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ മഞ്ചേരി ചെയ്തു. സ്റ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ മെട്രിക്സിൽ നമുക്കറിയാലോ, സ്നേഹം കൂടുതലുള്ള സ്ഥലങ്ങൾ ഒരു ലൈൻ ലിങ്കനാണ്. അപ്പോൾ തിരൂര് മലപ്പുറം ഭയങ്കര മുമ്പിൽ നിൽക്കുകയാണ്. മലപ്പുറം അപ്പം ഞാനത് സർപ്രൈസ്ഡ് ആണ്. കാരണം നമ്മൾ നിൽക്കുന്ന കൊച്ചിയെ പോലെ അതിനേക്കാളും സപ്പോർട്ട് കിട്ടുന്ന, കൊച്ചി ഉണ്ട് കേട്ടോ, പക്ഷെ അതിനേക്കാളും സപ്പോർട്ട് കിട്ടുന്ന ഒരു സ്ഥലം. അപ്പം മലപ്പുറത്ത് നിന്ന് ഒരു എൻക്വയറി വരുമ്പോൾ നമ്മൾ പക്ഷേ കുറേ ആസ്പെക്റ്റ് നോക്കണം ഒരു കമ്മിറ്റി ആണെങ്കിൽ. ഷോ അങ്ങനെ വാരിയൊരു ഷോ എടുക്കില്ല. ആൻഡ് ദീസ് പീപ്പിൾ ഹാവ് ബീൻ വെരി കൈൻഡ്. ഞാൻ അവരോട് എന്താ, അപ്പോൾ അവരുടെ വിഷനാണ് അവരാദ്യം പറഞ്ഞത്. അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇവന്റ് കമ്മിറ്റി ഞാൻ കുറച്ച് ഐഡിയൽ പെയിന്റ്സിന്റെ തുടക്കത്തിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ട് ഒക്കെ പറഞ്ഞു. അത് ഞാൻ ആദ്യത്തെ കോൺവെർസേഷനിൽ തന്നെ ചില വൈബ് നമുക്ക് സെറ്റ് ആവില്ലേ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്താണ്, എത്ര പേരുണ്ട്, അങ്ങനെ ചോദ്യങ്ങളിൽ തുടങ്ങി. എങ്ങനെയാണ് പബ്ലിക്കിന് എൻട്രി ഉണ്ടാവുക, നമുക്ക് വി ഹാവ് ടു മേക്ക് ഷുവർ ഓഫ് ലോട്ട് ഓഫ് തിങ്സ്. ആൻഡ് ദെൻ ഈ സ്റ്റാർട്ടഡ് ആ ഷെയർ ഹിസ് സ്റ്റോറി. ദെൻ ദാറ്റ് വാസ് ലൈക്ക് ഓക്കെ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലുണ്ട് ഇത് നമ്മൾ ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ എണ്ണാന്നൊക്കെ വിളിച്ചിട്ടാണ് ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങിയത്. അത് പെട്ടെന്ന് സെറ്റായി. ഈഗർലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഐഡിയൽ പെയിൻസിൻ്റെ ഗ്രാൻഡ് ആനുവൽ മീറ്റ്, അത് May 31 കോട്ടയ്ക്കൽ. ഒരു ലൊക്കേഷൻ അവർ പറയില്ല അല്ലേ, അതൊരു രഹസ്യ സങ്കേതം പോലെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. പബ്ലിക്കിൻ്റെ ഒരു ക്രൗഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പ്രീമിയം ക്ലയൻസ് പോലെ അങ്ങനെ ഒരു എലഗൻറ്റ് ഗാദറിംഗ് ആണ്. അവരെ പ്രധാനമായിട്ട് അവരെ കസ്റ്റമേഴ്സിൽ ഫോക്കസ് ചെയ്തിട്ട് അതാണ്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തിട്ടാണ്. അങ്ങനെ അല്ലാതെ ഒരു പബ്ലിക്കിന് അങ്ങനെ വന്നു ചേരാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഒരു ലെജൻഡറി സെഷൻ ഉണ്ടാവുമെന്ന് അടിപൊളി ഷോ ഉണ്ടാകും. അതോടൊപ്പം അത് ഉറപ്പായിട്ട് അടിപൊളിയായിരിക്കും. അത് ഞാൻ അതെ. പിന്നെ ബിസിനസ്സുകാരായ ഓഡിയൻസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ AI വന്നിരുന്നു, ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യുന്നു, കസ്റ്റമറുടെ ബിഹേവിയർ വലിയ രീതിയിൽ മാറുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ, പ്രത്യേകിച്ചും ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഓഡിയൻസ് വരുന്നത്, റീറ്റെയിലൊക്കെയാണ്. ശരി.
അപ്പോൾ അവർക്ക് എങ്ങനെ ഒരു സ്കെയിലബിൾ ബിസിനസ് കെട്ടിപ്പടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു 1.5 മണിക്കൂറിൻ്റെ ഫുൾ പാക്ക്ഡ് സെഷനും അതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് സെഷൻ. അതെ, നമ്മൾ 2 മണിക്കൂറോളം വരുന്നൊരു ഷോ ആണ് ഇൻസോംനിയ എന്ന് പറഞ്ഞ ഷോ. അപ്പം ഞാൻ സാധാരണ സ്റ്റേജിലാണ്, ഈ ക്യാമറേൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ പട്ടി ഷോ കാണിക്കില്ല. പക്ഷേ അടിപൊളിയായിരിക്കും പരിപാടി. അന്നത്തെ ദിവസം എന്നോട് വരുന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞു, കാർന്ന് വേറെ ജനറലി ഉള്ള ട്രെയിനേഴ്സിൻ്റെ എക്സ്പീരിയൻസ് അവരിങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അങ്ങനെ പിന്നെ നമ്മളൊരു ഗ്രിപ്പിൽ കൊണ്ടുപോകാനും ഒരു ഇമോഷണലി അല്ല ഒരു എൻ്റർടൈനിങ് ആയിട്ട് അതിനെ ചിരിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ക്ലാസ്സുകളുണ്ട്. പക്ഷേ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കാണിച്ചു, നിങ്ങളെ പറ്റി പറയാം. ഐ കുഡ് സീ ദാറ്റ് ലൈക്ക് ഇറ്റ്സ് ഹാപ്പനിങ്. അപ്പം ഞാൻ ഇങ്ങനെ ഓക്കെ, ഞാനും എന്നാൽ നേരത്തെ വന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നത് കേട്ടോട്ടെ. അല്ല, അന്ന് പിന്നെ തിയേറ്റർ ഒന്നും അല്ലല്ലോ, അപ്പം നമുക്ക് ആ കയറി വരുന്ന ബിൽഡപ്പ് ഒന്നും ആവശ്യമില്ലല്ലോ. ഞാനപ്പോൾ നേരത്തെ വന്നിട്ട് നിങ്ങളുടെ സെഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഒരു പ്ലാനിലാണ്. ഞാനീ പറഞ്ഞ പോലെ നമ്മൾ വന്ന വഴികൾ, പിന്നെ അതോടൊപ്പം തന്നെ ഇൻസ്പയർഡായി നമ്മൾ കേട്ടത് അനുഭവിച്ചത് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പറയാൻ ശ്രമിക്കുന്നു. പിന്നെ എല്ലാത്തിനും എന്തുണ്ടാവും, കുറച്ച് പണിയെടുത്തിട്ടായിരിക്കും സ്റ്റേജിൽ വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ 2-3 വർഷത്തെ മെനക്കെടിലൂടെയാണ് ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. 3 വർഷം അല്ലേ? മിനിമം ഒരു 3 വർഷം. മിനിമം ഒരു 3 വർഷം വേണം ഒരു കോഴ്സ് സ്ട്രക്ചേർഡായി പ്രസൻറ്റബിൾ ആവണമെങ്കിൽ. അപ്പോൾ അത്രയും ഗ്രൗണ്ട് വർക്ക് വേണം. പിന്നെ അത് നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. മാർക്കറ്റ് ഫിറ്റ് ആവാൻ വേണ്ടി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇൻഡസ്ട്രിയിൽ എത്തിയിട്ട് ഏകദേശം 15 വർഷമായി. സോറി, ഹൈസ്റ്റ് ലൈൻ ഓഫ് സർക്കാസം തയ്യാർ. കാരണം ഞാൻ അല്ലെങ്കിൽ 2007 തുടങ്ങിയ പരിപാടിയാണ്. 3 വർഷം എങ്ങനെ ഫിറ്റ് കോഴ്സിനെ പറ്റിയിട്ട് ഒരു സിംഗിൾ കോഴ്സ്. ഇപ്പം ഞാൻ കുറേ കോഴ്സുകളുണ്ട്. ഇപ്പോൾ സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്നൊരു കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത് എനിക്കൊന്ന് ഇറ്റ് ടുക്ക് അറൗണ്ട് 2.5 years എടുത്തു. പക്ഷേ ഇപ്പോൾ ഉള്ള കോഴ്സുകൾ അതിനേക്കാളും സമയം എടുക്കുന്നുണ്ട്. കാരണം മാർക്കറ്റിൽ ചലഞ്ചസ് കൂടുതലാണ്. നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് ലോഞ്ചിലേക്ക് എത്തുമ്പോഴേക്കും ആ സാധനം ഇൻഡസ്ട്രിയുടെ സ്വഭാവം മാറിയിട്ടുണ്ടാവും, കസ്റ്റമർ ബിഹേവിയർ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും അതിനകത്ത് R&D ചെയ്ത് ലോഞ്ച്, അങ്ങനെയാണ് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, ഞങ്ങൾ പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറയും ഒരു കോഴ്സ്. ഇപ്പോൾ സെയിൽസിൻ്റെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നൊരു ട്രെയിനിങ് സെയിൽസ് പ്രോഡക്റ്റാണ്. സ്കെയിലപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സ്കെയിലപ്പ് സീക്രട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ബിസിനസ്സുകളെ എങ്ങനെയാണ് നെക്സ്റ്റ് ലെവലിലേക്ക്, ഇപ്പോൾ 10 ബ്രാഞ്ചുള്ള ഒരാളെ 100 ബ്രാഞ്ചിലേക്ക് കൊണ്ടുപോകാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, അതാണ് അതിനകത്ത് പറയാം. സെയിൽസ് കൂട്ടേണ്ട എങ്ങനെ പറയാം. ബ്രാൻഡിങ്ങിൻ്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഒരു ആപ്പിൾ പോലെ ഒരു റിമാർക്കബിൾ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു പോകുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സുകൾ പറയും. അപ്പോൾ ഇതൊക്കെ വലിയ സബ്ജക്റ്റ്. HR പ്രോബ്ലം ഉണ്ടാവും. ഓരോ പ്രോബ്ലത്തിനും ഓരോ കോഴ്സുകളാണ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ 3 വർഷം 2 വർഷം 5 വർഷമൊക്കെ എടുത്ത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്. എനിക്കിത് ഭയങ്കര ആവശ്യമുള്ള സബ്ജക്റ്റാണ്. എനിക്ക് ഈ ബിസിനസ് സൈഡ് ഞാൻ അങ്ങനെ അല്ല, അതിനുള്ള ആളുകളുണ്ട്, പക്ഷേ എനിക്കൊന്നും വലിയ ധാരണയൊന്നുമില്ല. അത് വേറൊരു രോഗമാണ്. കുറച്ച് സ്ട്രാറ്റജികൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബ്രാൻഡിങ് ആണെങ്കിലും മറ്റുമൊക്കെ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്തതിലൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാരലലി തിയേറ്ററിലും നമുക്ക് ഹിറ്റാവാം. സാധാരണ ഈ വർക്ക്ഷോപ്പ് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണോ അല്ല ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന പോലെയാണോ? നമുക്ക് പല ടൈപ്പ്. അങ്ങ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഇന്നലെ എനിക്കൊരു ഇവന്റ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകുന്നേരം. കൊച്ചിയിലോ? കൊച്ചിയിൽ. അത് സെയിൽസിനെ കുറിച്ചാണ്. എങ്ങനെ ക്ലോസ് ചെയ്യും, പ്രധാനമായിട്ടും സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതിന് 2 ദിവസം മുമ്പ് ഖത്തർ ദോഹയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഈ ബിസിനസ് എങ്ങനെ സ്കെയിൽ ചെയ്യും. അപ്പോൾ ഇത് നോർമലി ഒരു 5-6 മണിക്കൂർ 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെഷനാണത്. പിന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ 1 വർഷത്തേക്കുള്ള കോഴ്സുകളുണ്ട്. റൈറ്റ്. അത് ഓൺട്രപ്രണേഴ്സ് നമ്മുടെ കൂടെ ജനുവരി 1 ജോയിൻ ചെയ്യും. ടിൽ 31st വരെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു 6:30 കോൺട്രാക്ട് ബേസ്ഡ് ഒരു 1 year കോഴ്സാണത്, പാക്കേജാണ്. അപ്പോൾ അവരുണ്ടാവും അവിടെ ലൈവ് കമ്മ്യൂണിറ്റി ആയിട്ട്. ഒന്ന് റിലേഷൻഷിപ്പ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അതിനകത്ത് ലീഡർഷിപ്പ്, ബിസിനസ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് ലീഡർഷിപ്പ്, ബ്രാൻഡിങ്, മാർക്കറ്റ്, ഇതെല്ലാം അതിനകത്ത് കുറേശ്ശെ ആയിട്ട് അവരെ പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അവർ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ലോങ് ടൈം കോഴ്സുകളായിരിക്കും. മറ്റൊരു ഇൻഫർമേഷൻ കൃത്യമായിട്ട് പാസ് ചെയ്യുന്നതായിരിക്കും. അവന് റിക്വയർമെൻറ്റ് അനുസരിച്ച്. പിന്നെ ഞങ്ങൾക്ക് വേറെ ഡിവിഷൻ ഉണ്ട്, ബനാക് ബിസിനസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസൾട്ടൻസി ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ ടീം ഓഫ് കൺസൾട്ടൻറ്റ് അവിടെ പോയി നമ്മളായിട്ട് തന്നെ ഫോഴ്സ്ഫുള്ളി അവരെ സ്ട്രക്ചറിനെ റീ എഞ്ചിനീയർ ചെയ്ത് എഫിഷ്യൻസി കൂട്ടിയെടുക്കുന്ന ഒരു പ്രോസസ്സ്. ഞാൻ വേറൊരു പോലെ ചോദിച്ചോട്ടെ, ഇപ്പം നിങ്ങൾ അങ്ങനെ പറ്റി അറിയാൻ തുടങ്ങുന്ന ഒരു അങ്ങനെ ഉണ്ടാവില്ല ആളുകൾ. അപ്പോൾ അവർക്ക് റെഫറൻസ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനോ എവിടുന്ന് തുടങ്ങണം? ഏത് കോഴ്സായിരിക്കും അവർ സജസ്റ്റ്? അതെ ഈ ആൾ ആരാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ നീഡ് കമ്പനി. ഓക്കെ. അപ്പോൾ 2 ടൈപ്പ് നമ്മൾ ചെയ്യുന്ന കോഴ്സുകൾ 2 ആണ്. ഒന്ന് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, രണ്ടാമത്തത് ഓൺട്രപ്രണർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ പിന്നെ 3-മത്തത് എൻ്റർപ്രൈസിൻ്റെ റീ എഞ്ചിനീയറിങ്.
ഇങ്ങനെ 3 ഡിവിഷനിലാണ് ഞങ്ങളുടെ സർവീസ് കിടക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളെക്കുറിച്ച് ക്ലാരിറ്റി ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയൊരു ഗോൾ അയാൾ അച്ചീവ് ചെയ്തിട്ട് ലെവലിൽ എത്തി നിൽക്കണം, അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റാത്തതാകാം. ഇങ്ങനെയുള്ള അയാൾ സ്റ്റക്കാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഡ്രീമുണ്ട്, നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളൊരു കോഴ്സുണ്ട്. ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പേര് താഴെ പോയ ആളുകൾക്ക് ഒരു കോഴ്സുണ്ട്. അത് ഓൺലൈൻ കോഴ്സാണ്, സെൽഫ് മാസ്റ്ററി എന്ന് പറയും. അത് കുറച്ച് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഹിപ്നോട്ടിസം, മെഡിറ്റേഷനും ഒക്കെ കുറേ ഹിപ്നോ തെറാപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അയാളുടെ കുറേ മെൻ്റൽ ബ്ലോക്കേജുകളും കഴിഞ്ഞ കാലത്തെ ഇതൊക്കെ നമ്മൾ കുറേ തെറാപ്പി ടെക്നിക്കുകൾ ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് പുതിയ അയാളുടെ മൈൻഡിലേക്ക് പുതിയ വിഷൻ ഇട്ട് കൊടുത്ത് റീ എഞ്ചിനീയർ ചെയ്ത് സെറ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാം. ഇതൊരു 21 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഓൺലൈനിലേക്ക്. ഇതൊരു ക്ലാസ് കേട്ടുപോകാനല്ല, 20 മിനിറ്റ്സ് ക്ലാസ്സും പിന്നെ അന്ന് ആ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഹി ഹാസ് ടു ഡു ദാറ്റ്. അതൊരു 2 റൗണ്ട് കഴിയുമ്പോഴേക്കും ഹിൽ ഗെറ്റ് ട്രാൻസ്ഫോംഡ്. കാരണം അയാളുടെ കഴിഞ്ഞ കുറേ കുട്ടിക്കാലത്തെ ട്രോമാസ് എന്നൊക്കെ പുറത്ത് കിടക്കും. അപ്പോൾ ഇതൊരു സാധനമാണ്. പിന്നെ ഗോൾ സെറ്റിങ്, ഇതുപോലെ തന്നെ അയാൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ആവശ്യമായ ഡിസിപ്ലിൻ അലൈൻമെൻറ്റ്. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് വണ്ണം കുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഡ്രീം അലൈൻ്റെ കാര്യമില്ല. ഫുഡും ഡെയിലി റൊട്ടീൻ, ഉറക്കം, ഈ 3 സാധനത്തെ ഡിസിപ്ലിനോടുകൂടെ അലൈൻ ചെയ്ത് പോകുമ്പോൾ ഒരു 3 മന്ത് കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. സോ ഈ അലൈൻമെൻ്റ് ആണ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് അത് അയാളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒരു പേഴ്സണൽ മെൻറ്ററിങ് കൂടുതൽ നമ്മൾ ഇപ്പോൾ ബിസിനസ്സുകാർക്ക് ചെയ്യുന്നത് മാത്രം. പിന്നെയുള്ളത് ഓൺട്രപ്രണർഷിപ്പിൻ്റെ ബിസിനസ് ഓൺട്രപ്രണർ എംപവർമെൻ്റ് ആണ്. ഓൺട്രപ്രണർ എംപവർമെൻറ്റ് പറയുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് പല ആളുകൾക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവും, കഴിവുണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ ആവശ്യമായ കുറേ സ്കില്ലുകൾ ലാക്ക് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്കിൽ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഞാൻ സൂപ്പർ സ്റ്റാറാണ്, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം, പക്ഷേ എനിക്ക് എൻ്റെ ടീമിന് മാനേജ് ചെയ്യാനുള്ള കഴിവില്ല, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല, അവർക്ക് വിഷൻ പറഞ്ഞു കൊടുക്കുന്നതിൽ സ്കില്ലില്ല. അത് പഠിച്ചെടുത്താലേ ഒരു സൂപ്പർ ഓൺട്രപ്രണർ ആകാൻ പറ്റുള്ളൂ. കാരണം ടീമില്ല നമുക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ യൂസുഫ് അലി സാറിൻ്റെ ഏറ്റവും വലിയ സ്കില്ല് ബിസിനസ്സിന് അപ്പുറത്ത് ടീമിനെ ലീഡ് ചെയ്ത് ആ വിഷനിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിൽ ടീം മാനേജ്മെൻറ്റ് സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് സെയിൽസ് അറിയില്ല, സെയിൽസ് ക്ലോസ് ചെയ്യാൻ അറിയില്ല, വിൽക്കാൻ അറിയില്ല. അപ്പോൾ വിൽപ്പന പഠിച്ചേ പറ്റും ഓൺട്രപ്രണർ. പ്രൊഡക്റ്റ് മാത്രമല്ല, അയാളുടെ വിഷൻ വിൽക്കണം, ഇൻവെസ്റ്റർക്ക് ബിസിനസ്സിനെ കുറിച്ചുള്ള ഫ്യൂച്ചർ വിൽക്കണം. ഇങ്ങനെ വിൽപ്പന എന്ന് പറയുന്നത്, അതുപോലെ തന്നെ വരുന്ന സ്റ്റാഫിന് ഈ ബിസിനസ്സിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നുള്ള സാധനം വിൽക്കണം. ഇങ്ങനെ പലതും വിൽക്കണം. പിന്നെ ടീം മാനേജ്മെൻറ്റ്, പിന്നെ ടെക്നോളജി, ബ്രാൻഡിങ്ങിനെ കുറിച്ച്, അതുപോലെ തന്നെ ഇന്നോവേഷനെ കുറിച്ച്. ഇങ്ങനെ ബിസിനസ്സുകാരൻ അറിയുന്നതിനൊപ്പം തന്നെ അയാൾ അറിയാത്തത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായ കുറേ ഏരിയാസ് ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഓൺട്രപ്രണർക്കും വേണ്ട രീതിയിലുള്ള പല കോഴ്സുകളും ഉണ്ട്. ലോങ് ടൈം ജേർണി ഉള്ള എല്ലാം കൂടെ പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. ഇതിലൂടെ നമ്മൾ അവരെ എംപവർ ചെയ്തെടുത്ത് ഒരു ലോങ് ടൈം മെൻറ്ററിങ്ങിലൂടെ ഷോർട്ട് ടൈം കോഴ്സിലൂടെ നമ്മൾ അവരെ ഗൈഡ് ചെയ്യാണ് ചെയ്യും. ബിസിനസ് സ്കെയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, സ്ട്രാറ്റജി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, സിസ്റ്റം എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, ടെക്നോളജി എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യേണ്ടത്. ഒരു ഓട്ടോ പൈലറ്റ് ബിസിനസ്, അതായത് അയാളില്ലാതെ തന്നെ അയാളുടെ ബിസിനസ് സെൽഫ് സസ്റ്റൈനബിൾ ആകുന്നതിനും സെൽഫ് ഗ്രോയിങ്ങിലേക്കും എങ്ങനെ എത്തിക്കാം, അതിനൊരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണം, എന്നാലും അത് എത്തുള്ളൂ. നമുക്ക് നമ്മുടെ ബിസിനസ് വിൽക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, അത് വേറൊരു സ്ട്രാറ്റജിക്കൽ പ്രോസസ്സാണ്. ഇപ്പോൾ ബിസിനസ് ഓരോ സ്റ്റേജിലും ഓരോ ലെവലിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ ആഴത്തിൽ പഠിച്ച് ചെയ്യേണ്ട ഒന്നാണ് ബിസിനസ്. മുൻപത്തേക്കാൾ, കാരണം ഇൻഡസ്ട്രിയുടെ ലൈഫ് സ്പാൻ കുറവാണ്. മുമ്പ് 30 വർഷം 40 വർഷം ഒരു ഇൻഡസ്ട്രിക്ക് ലൈഫ് ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കേട്ടാൽ മനസ്സിലാവും ബൈജൂസ് തുടങ്ങി വളർന്നു ലോകം കീഴടക്കി വീണത് ഒരു 10-15 വർഷത്തിനിടയിൽ. ആ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്ത് ചെയ്തു? സാച്ചുറേറ്റഡ് ആയി. ആ ഇൻഡസ്ട്രിക്ക് ഇനി ഒരു പുതിയ എൻട്രി വരാത്ത രീതിയിലുള്ള സാച്ചുറേറ്റ്. ആ ഇൻഡസ്ട്രി ഏകദേശം അത്രയും ക്രൗഡഡായി. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമ്മൾ ബിസിനസ് സ്കെയിൽ ചെയ്ത് അതിനെന്ത് ചെയ്യണം? ആ ഫണ്ടിനെ ഉപയോഗിച്ച് മറ്റു സെഗ്മെൻറ്റിലേക്ക് വന്ന് നമ്മളെ ബ്രാൻഡിനെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ റീ എഞ്ചിനീയറിംഗ്. ഓർഗനൈസേഷനിൽ കുറേ പ്രശ്നമുണ്ട്. ഇത് ഓൺട്രപ്രണർ വിചാരിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഒരു ടീം ചെന്ന് അലൈൻ ചെയ്ത് റെഡിയാക്കുന്ന കൺസൾട്ടിങ് പ്രോസസ്. ഇതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടികൾ. 31st ടു ബി സ്പെസിഫിക്, ഇപ്പം അതിലെ പല ആളുകൾക്കും അങ്ങ് അറിയുന്ന മുമ്പ് ചെയ്തിട്ട് അല്ലേ, പിന്നെ ഒരു പ്രീമിയം സെഗ്മെന്റിലെ ആള് അല്ലേ, അപ്പം കച്ചവടക്കാരായി അത് കച്ചവടക്കാർ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പം അന്ന് എന്താണ് എന്നുള്ളത് അന്ന് പറയാൻ പാടുണ്ടോ? പറ്റും. അന്ന് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ 31st നമ്മൾ വരുന്ന പ്രോഗ്രാമിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഒന്ന്, അവരുടെ ബിസിനസ്സിൽ ഏറ്റവും വലിയ പ്രശ്നം കച്ചവടത്തിൻ്റെ തിരക്കിലാണ്. അവർക്ക് ടൈമില്ല എന്നാണ്. എക്സസൈസ് ചെയ്യാൻ സമയമില്ല, ബിസിനസ്സിന് എല്ലാ കാര്യത്തിനും അവർ വേണം, ഫുൾ ടൈം ഒരു ടെൻഷനിലാണ്, ഉറങ്ങാൻ പോലും സമയമില്ല, ഫ്രീഡം ഇല്ല. കാരണം കസ്റ്റമർ തെറി വിളിക്കുന്നവരെയാണ്, സാധനം എടുത്തുകൊണ്ട് പോകാൻ അവർ വേണം, സ്റ്റാഫ് മര്യാദയ്ക്ക് പണിയെടുക്കുന്നില്ല, ബിസിനസ്സിൽ ഡേ ടു ഡേ അവർ ഇറങ്ങുന്നതാണ് മിക്കവാറും ഇടത്തരം ബിസിനസ്സുകാരുടെ അവസ്ഥ. ഇവർക്ക് ഫ്രീഡം ഇല്ല.
ഭയങ്കരമായിട്ട് അവർ ഹെൽത്ത്, കുട്ടികളുടെ കൂടെ യാത്ര പോകാൻ സമയമില്ല, ഭാര്യയുടെയും മക്കളുടെയും കൂടെ എൻജോയ് ചെയ്യുന്ന സമയമില്ല, സ്പിരിച്വലായിട്ട് റിലാക്സേഷനോ മെഡിറ്റേഷനോ എവിടെയെങ്കിലും സോളോ ട്രിപ്പ് പോകുന്ന സമയം പോലില്ല. കംപ്ലീറ്റ്ലി ലോക്കഡാണ്. കാരണം അയാൾക്ക് ബിസിനസ് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ അയാൾക്ക് കിട്ടേണ്ട കുറേ റൈറ്റ് ഉണ്ട്. പൈസയ്ക്ക് അപ്പുറത്ത് ഫ്രീഡം, എൻജോയ്മെൻറ്റ്, സെലിബ്രേഷൻസ്, ഫാമിലി, ഹെൽത്ത്, സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ്, ഇതൊക്കെ കിട്ടാതെ കിടക്കുന്നവരാണ് ഈ പറഞ്ഞ നമ്മുടെ മിക്കവാറും എല്ലാ കച്ചവടക്കാർ. അവരെ ഫ്രീഡത്തിൽ ബിസിനസ്സിൻ്റെ വളർച്ച ഉറപ്പുവരുന്നതോടൊപ്പം തന്നെ ഇവർക്ക് ടൈം ഫ്രീ ആക്കാൻ ആവശ്യമായ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ബ്രാഞ്ചുള്ള ഒരാൾക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് 10 ബ്രാഞ്ചിലേക്കും 100 ബ്രാഞ്ചിലേക്കും ബിസിനസ്സിനെ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ്, അതിനു വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഒന്ന്, അയാളെ ഫ്രീ ആക്കാൻ സഹായിക്കും. രണ്ട്, അയാളെ ബിസിനസ് പോലെ ഒരു ബ്രാഞ്ചിലുള്ള ആൾ 10, 2 ബ്രാഞ്ചിലുള്ള ആൾ 20-30 ബ്രാഞ്ചിലേക്ക് എത്താൻ ആവശ്യമായ രീതിയിൽ ഫണ്ടമെൻ്റലി എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യണം, ടീമിനെ എങ്ങനെ സെറ്റ് ചെയ്യണം, സ്ട്രാറ്റജി എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, സിസ്റ്റം എങ്ങനെയാണ് ഇൻപ്ലേസ് ചെയ്യേണ്ടത്, ഈ ഓരോ ബ്രാഞ്ചിലെയും എല്ലാ ഡാറ്റകൾ, ഇപ്പോൾ സ്റ്റോക്കിൻ്റെ ഡാറ്റ ആണെങ്കിലും പിന്നെ ക്യാഷ് ഫ്ലോയുടെ ഡാറ്റ ആണെങ്കിലും റിസീവബിൾസിൻ്റെ ഡാറ്റ ആണെങ്കിലും ഓരോ ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ ഡാറ്റ ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ഒരു മൊബൈൽ ഫോണിലിരുന്ന് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഈസി ആയിട്ട് അറിഞ്ഞുകൊണ്ട് ഡിസിഷൻ, ഡാറ്റ ഡ്രിവൺ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസിഷൻ എടുക്കാൻ ഓർഗനൈസേഷനെ ക്യാപ്പബിൾ ആക്കുന്നതാണ് നമ്മൾ 31st ഐഡിയൽ പെയിൻറ്റിൻ്റെ ഗ്രാൻഡ് ആനുവൽ മീറ്റിൽ എൻ്റെ ഒരു ഡെലിവറിയിലുള്ളത്. നിങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് പുതിയതായിട്ട് എന്തെങ്കിലും നമ്മൾ ഈ ഷോയിൽ കൊണ്ടുവരുന്നുണ്ടോ? സംതിങ് ഒരു റുട്ടീൻ, അത് കംപ്ലീറ്റ്ലി പുതിയതല്ല. ഐ ഡിഡ് ഇറ്റ് ആൻഡ് സക്സസ്ഫുള്ളി യൂസ്ഡ് ഇറ്റ് ഇൻ എ പാസ്റ്റ് ഒരു റുട്ടീൻ. അപ്പോൾ അതൊന്ന് റിക്രിയേറ്റ് ചെയ്താൽ ഈ ബ്രാൻഡിന് സ്പെസിഫിക്കലി ഇത് ഗുണം ചെയ്യുന്ന എനിക്ക് ഒരു ധാരണ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് അത് അങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കേണ്ട ആവശ്യം അന്ന് ഉണ്ടായില്ല. പക്ഷെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അഗെയിൻ ഹി വാസ് ഷെയറിങ് ഹിസ് വിഷൻ ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ധാരണയുണ്ട്, ഒരു തോന്നലുണ്ട്, അതൊരു ഇങ്ങനെ പാസ്റ്റ് എന്നാണ്, ഞാനതൊന്ന് റിക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരു ഒരു ചെറിയ ഒന്ന് കേക്ക്, രണ്ടാമത്തെ നമുക്ക് ഉഷാറാക്കാം, രണ്ടാളും ഉണ്ടല്ലോ. സോ അപ്പോൾ 31st വരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മുതലാവും അല്ലേ? കാരണം ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത് കിട്ടുന്നതോടൊപ്പം തന്നെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഡേ നല്ല മെമ്മറബിൾ ആകുന്നൊരു എക്സ്പീരിയൻസ് നമ്മുടെ ഒരു അടിപൊളി ഷോയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത് ഈ ഇവൻറ്റ് ഐഡിയൽ പെയിൻറ്റിന് വേണ്ടിയിട്ടാണ്. ഐഡിയൽ പെയിൻറ്റിൻ്റെ ആനുവൽ മീറ്റിലാണ് നമ്മൾ, ഗ്രാൻഡ് ആനുവൽ മീറ്റിലാണ് നമ്മൾ ഗ്യാദർ ചെയ്യുന്നത്. ഈ ഇവൻറ്റ് ചെയ്യുന്നത് ശരിക്കും അതെ, ആഹാ, ഞാൻ ചിരിച്ചാൽ അത്രയല്ല, ആഹാ, ഷെയറിങ് ദെയർ വിഷൻ അലോങ് വിത്ത്. അപ്പോൾ ഇവന്റ് അത് എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആലോചനയുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ 1-2 സജഷൻ ചെറുതിങ്ങനെ ഇട്ട് നോക്കുമല്ലോ, അവർക്ക് ആവശ്യമുണ്ടെന്നും കൂടെ അറിയണം. അല്ലെങ്കിൽ നമ്മൾ പൈസ മേടിച്ച് ചെയ്ത പണിയെടുത്തിട്ട് പോയാൽ പോരെ. പക്ഷേ പിന്നെ ഇത് ഇവഞ്ച്വലി നമ്മുടെ ഒരു ആശയം പോലെ ആവാൻ തുടങ്ങി. അപ്പം പറയുന്ന ഐഡിയ അവർ അന്ന് പിന്നെ അത് ചെയ്യാം സാർ, അല്ലെങ്കിൽ ദാറ്റ്സ് ദെയർ. അതുകൊണ്ട് അപ്പം നമുക്ക് കുറച്ച്, അതാണ് ഞാൻ കുറച്ചുകൂടി ചാർജഡ് ആയിട്ട് അവിടെ ഇരിക്കുന്നത്. ഞാൻ അവിടെ വരുമ്പോൾ കുറച്ച് ഉറക്കം തൂങ്ങിയിട്ടൊക്കെ ആയിരുന്നു. ഞാൻ സത്യത്തിൽ ഇന്നലെ ഒരു ഇവൻറ്റ് കഴിഞ്ഞ് രാത്രി വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ വന്നു. അത് കഴിഞ്ഞ് മോർണിംഗിലാണ് ഉറങ്ങുന്നത്. പക്ഷെ സംസാരിച്ച സമയത്ത് ഞാനിതുപോലെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി, ഭയങ്കര നല്ലൊരു അടിപൊളി. ഞാൻ അവരോട് അതും പറഞ്ഞു, അതായത് നിങ്ങളെപ്പോലെ ഒരാളുടെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ, ഞാൻ ഇവിടെ വരുന്നത് വരെ സത്യം പറയാണ്, കഴിഞ്ഞിട്ട് വേണം 2 വഴക്ക് പറഞ്ഞു. വരുന്നത് അറിഞ്ഞത് ഫോട്ടോഷൂട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ സ്റ്റാഫ് ചോദിക്കാൻ, അതിൻ്റെ ഫോട്ടോ ഇങ്ങനെ പോലില്ലല്ലോ ദൂരത്തൊന്നും, ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല പകൽ. അപ്പം ഞാൻ ഒന്ന് ഇല്ല, അവർ ഒന്ന് ഡിസപ്പോയിൻ്റ് ചെയ്യണ്ട, ഒന്ന് പോയി നോക്കാം. കാരണം ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ പ്രൊമോഷൻ. അപ്പോൾ ഇനി എന്താണ് ഒരു ഫോട്ടോഷൂട്ട് കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കോസ്റ്റ്യൂം സംസാരിച്ചിട്ടില്ല, കളർ ഗ്രേഡ് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഇതൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഡ്രസ്സും അധികം ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിളിച്ചത് എന്ത് ഫോട്ടോഷൂട്ട്, എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇവിടെ എത്തിയിട്ടാകുമ്പോഴാണ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോണ ബി എ കോൺവെർസേഷൻ. ഞാൻ ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നമുക്കത് എന്ത് മനോഹരമായിട്ട് ചെയ്യായിരുന്നു. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ശരിക്കും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്ന് പറയേണ്ടതെന്നോ ഒന്നും അറിയില്ല. പിന്നെ അഗെയിൻ ബിസിനസ് എത്തിക്സ് ഈ സബ്ജക്റ്റുകൾ വന്ന് സംസാരിച്ച് പോയതുകൊണ്ട് മെജോറിറ്റി ഓഫ് ദ പോർഷൻ എനിക്ക് ഈ ഒരു 1 year സംസാരിക്കേണ്ടിയിരുന്ന, അല്ലെങ്കിൽ കുറേ പേര് ചോദിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുടെ ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് തീർക്കാൻ പറ്റി. ഐ എം സോ സോറി. ഞാൻ ഇത്തിരി അഗ്രസീവായിട്ടൊന്നും ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ പൊതുവെ സംസാരിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഗതികെട്ട് പറഞ്ഞു പോയതാണ്. ഇപ്പം എല്ലാവർക്കും ഉള്ള ഉത്തരമായല്ലോ. ഞാനും ഇതുപോലെ ഒരു മിഷനിലാണുള്ളത്. നമുക്ക് 2035 ആകുമ്പോഴേക്കും കുറച്ചൊരു എത്തിക്കൽ ഓൺട്രപ്രണേഴ്സ് കമ്മ്യൂണിറ്റി, അത് പ്രത്യേകിച്ച് 1000 കോടി ടേൺ ഓവറിലേക്കും 10,000 കോടി ടേൺ ഓവറിലേക്കും എത്താൻ പറ്റുന്ന നല്ല പൊട്ടൻഷ്യലുള്ള കുറേ ഓൺട്രപ്രണേഴ്സിനെ എത്തിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. കാരണം സൊസൈറ്റിയിൽ ബിസിനസ്സുകാർക്ക് വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. സോ അവരെ നെർച്ചർ ചെയ്യുമ്പോൾ
അവരെ എത്തിക്കലായിട്ടും കൂടെ നമ്മൾ എത്തിക്കലായിട്ടുള്ളൊരു ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അവരെ സ്കില്ല് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും വേണമെന്നേ ഞാൻ പറഞ്ഞേക്കെ യുവർ ഒരു മെൻറ്റർ പോലെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പറ്റും. പക്ഷെ ആർട്ടിസ്റ്റിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ, ഇപ്പം ഭൂരിഭാഗം ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ് ഇത്രയും എംഫസൈസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അറ്റ് ദി സ്റ്റേജ് നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? സെർട്ടൻലി അതും കൂടെ ആലോചിച്ചാൽ മതി. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സ്റ്റേജിൽ നിന്നിട്ട് നമ്മൾ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ വറി ചെയ്യണമെന്ന് നോക്കുമ്പോൾ അതേവേത് മനസ്സിലാക്കുക അതൊരു പേഴ്സണൽ ഓക്കെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഷമമുള്ള പോലെ തന്നെ. പക്ഷേ ഐ എം ഡ്രീമിങ് ആൻഡ് തിങ്കിങ് കൺസേൺ മോസ്റ്റും ഈ ആർട്ട് ഫോമിനെ പറ്റിയിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു വർഷം അല്ലെങ്കിൽ മാക്സിമം 2 വർഷത്തിനുള്ളിൽ ഇത് ഇത് ഫെയ്ഡ് ആവും. ഇതിനോടുള്ള ഇഷ്ടം ആളുകൾക്ക് പോവും. ഒരു കോമഡി പീസ് പോലെ എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കും. അത് സംഭവിച്ചുകൂടാന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഐ കുഡ് അഷ്വർ യു ബൈ ദാറ്റ് ടൈം ചിലപ്പോൾ ഐ വുഡ് സ്റ്റോപ്പ് പെർഫോമിങ്. ആൻഡ് എനിക്ക് വേറെയും കുറച്ച് ഇഷ്ടങ്ങളുണ്ട്, ഡ്രീമുകളും ഉണ്ട് വിചാരിച്ചോളൂ. അപ്പം ദിസ് ഈസ് നോട്ട് അബൌട്ട് മീ. എനിക്ക് സംഭവിക്കാനുള്ള ഇമ്പാക്റ്റ് ഒക്കെ ഓൾറെഡി അതിനെ ഒരു അൺഡു ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല. ഇറ്റ്സ് ബീൻ രജിസ്റ്റേർഡ് ഓൾറെഡി, ഈ ആളുകളൊക്കെ ചുറ്റുമുണ്ട്. അപ്പം ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെ ഒരു പാത്ത് ചൂസ് ചെയ്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ട്രിഗർ നിങ്ങൾക്ക് ചെയ്താൽ പ്ലീസ് ഫോളോ ദാറ്റ് പാത്ത്. എത്തിക്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിവേ വളരെ രസകരമായിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു നമ്മളുള്ളത്. സോ ബ്രാൻഡ് സ്റ്റുഡിയോയിൽ ഇങ്ങനൊരു പാർട്ടാവാൻ വന്നതിൽ പ്രത്യേകിച്ച് നമുക്കിതിന് അവസരം കിട്ടിയത് ഐഡിയൽ പെയിൻസിൻ്റെ ഒരു ഇവൻറ്റിൽ നമ്മൾ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. സോ ഒരുപാട് നന്ദിയുണ്ട് വന്നതിൽ. നമ്മൾ തീർച്ചയായിട്ടും തകർക്കും. നമ്മൾ മറക്കണ്ട 31 മെയ്.